നമ്മുടെ മനസ്സിലെ വചനവിരുദ്ധമായ തെറ്റിദ്ധാരണകൾ മാറണം. അതിനു വേണ്ടിയാണ് ഈ ഒരു ശൈലി ഞാൻ ഉപയോഗിക്കുന്നത്. 3-ാം വാക്യം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസാണ് ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. തീത്തോസ് എന്ന് പറയുന്ന ഈ വ്യക്തി ജാതിക പശ്ചാത്തലത്തിൽ നിന്നും പൗലോസിൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട ആളാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് നിജപുത്രനായ എന്നുള്ള പദപ്രയോഗം നമ്മൾ കാണുന്നത്. ഇതിന് തത്തുല്യമായ പ്രയോഗം തിമോത്തിയോസിനോടുള്ള ബന്ധത്തിലും പോള് പറയുന്നതായിട്ട് തിമോത്തിക്കെഴുതിയ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീത്തോസിനെ കുറിച്ച് അധികം വലിയ പരാമർശങ്ങൾ ഒരർത്ഥത്തിലില്ലെങ്കിലും 2 കൊരിന്ത് ലേഖനത്തിൽ ടൈറ്റസിനെ കുറിച്ച് ഏകദേശം 9 തവണയെങ്കിലും പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധേയമായ ചില ഇടങ്ങളിൽ അപ്പോസ്തല പ്രവർത്തികൾ പോലെയുള്ള ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് ടൈറ്റസിനെ മെൻഷൻ ചെയ്തതായിട്ട് കാണുകയില്ല. തീത്തോസിന്റെ ലേഖനം 1 തിമോത്തി 2 തിമോത്തി എന്നീ ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. പാസ്റ്റോറൽ എപ്പിസൽസ്, ഉപദേശിമാർക്കുള്ള ദൂതാണ് ഇതിനകത്ത് പ്രധാനമായി ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. എന്നാൽ തെറ്റിദ്ധാരണ നമുക്കുണ്ടാകരുത്. ഉപദേശിമാർക്ക് മാത്രമാണ് ഇതിനകത്തെ ഉള്ളടക്കമെന്ന് ചിന്തിക്കരുത്. ദൈവസഭയ്ക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ദൈവാലോചനകൾ ദൈവാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ ഈ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ വചനധ്യാനം ദൈവസഭയ്ക്കും ഇവിടെയുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനും അനുഗ്രഹമാകും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവം നമുക്ക് അനേക പാസ്റ്റർമാരെ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം വളരെ ആധികാരികമായി സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കർത്തൃദാസീദാസന്മാരെ തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. നന്നായി ദൈവവചനം പഠിച്ച കർത്തൃദാസീദാസന്മാർ നമ്മുടെ ഇടയിൽ 2 MTHകാരുണ്ട്, 2 MDകാരുണ്ട്, 1 BD പഠിച്ചയാളുണ്ട്. ഇങ്ങനെ ഒരു നീണ്ട നിര ഈ ദൈവസഭയോട് ഉള്ള ബന്ധത്തിലുണ്ട്. അവരോടെല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. മാത്രമല്ല, ദൈവവചനം മനസ്സിലാക്കാനും പഠിക്കാനും ആഗ്രഹത്തോടെ കടന്നു വരുന്ന ആളുകളുണ്ട്. അവർക്കും ഇത് അനുഗ്രഹമാകും. 3-ാമത്തെ ഒരു വിഭാഗം ഇത്രയൊക്കെ ദൈവവചനം വേണോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്കും ഇതൊരു ബ്ലെസ്സിങ് ആയിത്തീരും എന്നത് ഞാൻ മനസ്സിലാക്കും. തീത്തോസിന്റെ ഈ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൻ്റെ പ്രധാന വിഷയം ലീഡർഷിപ്പ്, 2-ാം അധ്യായം ഡിസൈപ്പിൾഷിപ്പ്, 3-ാം അധ്യായം സ്റ്റിവാർഡ്ഷിപ്പ്.
1-ാം അധ്യായത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നേതൃത്വത്തെക്കുറിച്ച്, പ്രാദേശിക സഭാ നേതൃത്വത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പോൾ എഴുതുന്നത്. ഒരു ലോക്കൽ ചർച്ചിൽ നേതാവായിരിക്കുവാൻ ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ 1-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് വ്യക്തിപരമായ സ്വഭാവത്തിൽ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലനിലൂടെ പറയുന്നത്. ശുശ്രൂഷ സംബന്ധമായ കാര്യവും പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചിന്താ വിഷയം. 2-ാം അധ്യായത്തിൽ ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം, ദൈവസഭയിലുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകൾ, കാറ്റഗറികൾ, വൃദ്ധന്മാർ, വൃദ്ധകൾ, യൗവനക്കാരത്തികൾ, യൗവനക്കാർ, ദാസന്മാർ എന്നിവരെ പത്യവചനത്തിന് ചേർന്നത് പഠിപ്പിക്കാനാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. ദൈവവചനം ഉള്ളിടത്ത് ദൈവവചനത്തിന് ചേർന്ന ജീവിത ശൈലി ഉണ്ടാകണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിനും വചനത്തിനും ആക്ഷേപമുണ്ടാകും. 3-ാം അധ്യായത്തിൽ സ്റ്റിവാർഡ്ഷിപ്പ് അല്ലെങ്കിൽ കാര്യവിചാരകത്വം എന്ന് നിങ്ങൾ കുറിക്കുന്നവർക്ക് കുറിക്കാം. അവിടുത്തെ പ്രധാന വിഷയം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം സഭയിലെ വിശുദ്ധന്മാർ. റിഫ്ലക്റ്റിംഗ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് ഈ 3 അധ്യായങ്ങളുടെ ഉള്ളടക്കം. 3-ാമത്തെ അധ്യായത്തിൽ എടുത്തു പറയാനുള്ളത് നേതൃത്വ നിരയിലുള്ളവരും അംഗങ്ങളായിട്ടുള്ളവരും അവിശ്വാസികളുടെ മുൻപിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ കാഴ്ചവെക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 9-ാം വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. എന്നാൽ മുഖവര അല്പം കൂടെ ദീർഘിക്കും. ദൈർഘ്യമായി പറഞ്ഞെങ്കിലേ ആ 9-ാം വാക്യത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ഒരു കത്ത് തീത്തോസിന് എഴുതുന്നത്? തീത്തോസ് ഇപ്പോൾ എവിടെയാണ്? എന്താണ് പൗലോസ് തീത്തോസിനെ ഭരമേൽപ്പിക്കുന്ന ചുമതലകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് കടന്നു വരണം. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അവ പൗലോസിന് തീത്തോസിന് കൊടുക്കാനുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ്. അതെന്തിനാണ്? ക്രേത്തയിൽ കുറെ സഭകളുണ്ട്. ആ സഭകളോടുള്ള ബന്ധത്തിൽ ശേഷം കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ സഭകളിൽ ചെയ്യേണ്ടതെന്ന് പോള് ടൈറ്റസിനോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഈ കത്ത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധത്തിലും ദൂതുകൾ, ഇവിടെ ലീഡർഷിപ്പിനോടുള്ള ദൂതുകൾ എല്ലാം ഈ 3 അധ്യായം മാത്രം അടങ്ങിയ ലേഖനത്തിൽ ഉണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കണം. നിങ്ങൾ ഇവിടുന്ന് കടന്നു പോയിട്ടാണെങ്കിലും
ശരിക്കും ഈ ലേഖനം 1-2 ആവർത്തിയെങ്കിലും വായിക്കണം എന്നത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ 5-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും തീത്തോസിന്റെ ലേഖനത്തിന്റെ തീം എന്ന് പറയുന്നത് ഓർഡർ ഇൻ ദ ചർച്ച്, സഭയിലെ ക്രമീകരണങ്ങൾ, സഭ ക്രമത്തിലാകുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യൗവനക്കാരായ പാസ്റ്റർമാരായ തിമോത്തിയെയും ടൈറ്റസിനെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന പൗലോസ് അവരായിരിക്കുന്ന വേലസ്ഥലങ്ങളിൽ, തിമോത്തി എഫെസോസിലാണ്, ടൈറ്റസ് ക്രേത്തയിലാണ്, അവരെ ബലപ്പെടുത്തുവാൻ, പ്രോത്സാഹിപ്പിക്കുവാനായി എഴുതുന്ന ഒരു കത്തായി നാം മനസ്സിലാക്കണം. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത്. എവിടാണ് ഈ ക്രേത്ത? ക്രേത്ത എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. ഇറ്റ്സ് ആൻ ഐലൻഡ്. ഗ്രീസിലെ ഒരു ദ്വീപാണിത്. വളരെ ഒരു കൊച്ചു സ്ഥലമാണ്. 170 മൈൽ നീളവും ഏകദേശം 35 മൈൽ മാത്രം വീതിയുള്ള ഒരു ദ്വീപാണ് ക്രേത്ത ദ്വീപ്. അവിടെ സുവിശേഷം എത്തി. അവിടെ സുവിശേഷത്താൽ പല സഭകളും സ്ഥാപിക്കപ്പെട്ടു. ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞാൽ പോരാ. ക്രേത്തയിൽ സുവിശേഷവേല ചെയ്യുവാൻ തീത്തോസിനെ പൗലോസ് നിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രേത്ത സുവിശേഷ വേലയ്ക്ക് അത്ര പറ്റിയ സ്ഥലം അല്ല. ഭൂമിശാസ്ത്രപരമായി തന്നെ മലകളെ കൊണ്ട് നിറഞ്ഞ ഒരു ദേശമാണ്. അത്ര പെട്ടെന്ന് പലയിടങ്ങളിൽ പോകാൻ സാധ്യമല്ല. പിന്നെ അവിടുത്തെ മനുഷ്യരെ കുറിച്ച് 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വിളിക്കുന്ന വാക്കുകളൊക്കെ ഇച്ചിരി കട്ടി വാക്കുകളാണ്. ക്രേത്തർ സർവദാ അസത്യവാദികൾ എന്ന് പറഞ്ഞാൽ എന്താ? നുണ പറയുന്നവർ, കള്ളം പറയുന്നവരാണ്. അടുത്തതാണ് ഭയങ്കരം, ദുഷ്ടജന്തുക്കളും. ഇങ്ങനെ വല്ലതും ഒരു ദേശക്കാരെ വിളിച്ചാൽ എങ്ങനെയിരിക്കും? ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ എന്ന് അവരിലൊരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പൗലോസ് 13-ാമത്തെ വാക്യത്തിൽ പറയാ, ഈ സാക്ഷ്യം നേര് തന്നെ, കറക്റ്റ് ദൂതാണ്. അപ്പൊ ഭൂമിശാസ്ത്രപരമായി ആളുകളോടുള്ള ബന്ധത്തിൽ അവരുടെ സ്വഭാവത്തെ കണക്കിലെടുത്താൽ സാമൂഹ്യമായി രാഷ്ട്രീയപരമായി ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ടൈറ്റസ് ഉപദേശിയെ അപ്പോസ്തലനായ പൗലോസ് നിയോഗിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പറയാമെന്നറിയാമോ? ബ്രദറെ, ഇവിടെ വേല അങ്ങനെ പെട്ടെന്ന് വളരത്തില്ല. എന്താ? എന്തോ പറയാനാ? ഇങ്ങനെയാണ് ആധുനിക ഉപദേശിമാർ പലരും പലയിടങ്ങളിൽ ചെയ്യുന്നത്. സുവിശേഷം ക്രേത്തയെ പിടിച്ചടക്കിയെങ്കിൽ, കൊരിന്തിനെ പിടിച്ചടക്കിയെങ്കിൽ, എഫെസോസിനെ പിടിച്ചടക്കിയെങ്കിൽ, സുവിശേഷം കേരളത്തിൽ ഏത് ഡിസ്ട്രിക്റ്റിനെയും പിടിച്ചടക്കും. ഭാരതത്തിൽ എവിടെയും സുവിശേഷം എത്തിച്ചാൽ സുവിശേഷത്തിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി ഗോസ്പലിൽ ഉണ്ട്. അതുകൊണ്ട് ടൈറ്റസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഉപദേശിമാർക്ക് വേണ്ടി മാത്രമാണെന്നും പറഞ്ഞ് നിങ്ങൾ റിസ്ട്രിക്റ്റ് ചെയ്യാതെ ഇത് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളത്തിൽ കയറണം. സ്വന്തത്തിൽപ്പെട്ടവർ, ബന്ധത്തിൽപ്പെട്ടവർ, കൂടെ സഹകരിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, സകലരോടും tell them about Jesus Christ. സുവിശേഷത്തിന് ആരെയും കീഴ്പ്പെടുത്താൻ കഴിയും.
റോമാലേഖനം പഠിക്കുന്ന നമ്മൾക്ക് 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മനഃപ്പാഠമാണല്ലോ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് എന്താ കാര്യം? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, രക്ഷയ്ക്കായി ദൈവശക്തിയാണ് സുവിശേഷം. ഭയങ്കര പവറാണ് ഈ സുവിശേഷത്തിൽ. ഇത് ചുമ്മാതെ പടക്കം പൊട്ടിക്കുന്നതല്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ സുവിശേഷം കത്തിയാൽ അവനെ ആകമാനം ആന്തരികമായി ഒരു വ്യത്യസ്ത സൃഷ്ടിയാക്കാൻ പവറുള്ളതാണ് സുവിശേഷം. അതുകൊണ്ട് എല്ലാവരോടും പറയണം സുവിശേഷം. തിരുവല്ലയിലെ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ട്. തിരുവല്ലയ്ക്ക് ആവശ്യം ദ ഗോസ്പൽ. കുമ്പനാട് കടപ്രയിലുള്ളവർ കേൾക്കുന്നുണ്ട്. ഇവിടെ ആവശ്യം ദ ഗോസ്പൽ. പത്തനംതിട്ടയ്ക്ക് ആവശ്യം ദ ഗോസ്പൽ. ഇത് പറയാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഇപ്പൊ ക്രേത്തയിലുള്ള ആളുകൾ, ക്രേത്ത ദേശം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എങ്ങനെയാണ് സുവിശേഷം ക്രേത്തയിൽ എത്തിയത്? പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 27 ക്രേത്ത വഴിയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള രേഖകളൊക്കെ ഉണ്ട്. എന്നാൽ പൊതുവെ വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പെന്തക്കോസ്തിൽ ആത്മപ്രവൃത്തി ഉണ്ടായ ആ ഉണർവിൽ ക്രേത്തക്കാരുണ്ടായിരുന്നു. അവിടെ നിന്ന് സത്യസുവിശേഷം കേട്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടവർ പിൻകാലങ്ങളിൽ ക്രേത്തയിൽ ചെന്ന് സുവിശേഷം പറയുകയും ധാരാളം സഭകൾ അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ചിന്ത. അതിന് ബൈബിളിൽ നമുക്ക് മറ്റു വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനൊന്നും കഴിയുകയില്ല. എന്നാലും ഇങ്ങനെയാണ് സാധാരണ ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ഥാപിക്കപ്പെട്ട ഈ പല സഭകളിലും ദേശങ്ങളിലൂടെയൊക്കെ പൗലോസ് പിൻകാലങ്ങളിൽ വന്ന് യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ തീത്തോസും ഉണ്ട്. 5-ാം വാക്യം ഒന്ന് വായിച്ചാൽ ഒരു പ്രത്യേക പദപ്രയോഗം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ഒന്ന് വായിക്കാമോ? ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ, ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷം കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ ഇവർ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരു സമയം കഴിഞ്ഞപ്പോൾ Paul moved on and he told Titus to stay back. ചില കാര്യങ്ങളൊക്കെ പൗലോസ് ക്രമീകരിച്ചു, പക്ഷേ ബാക്കി കുറച്ച് കാര്യങ്ങളുടെ പണി ഇനി ഉണ്ട്. അത് പൗലോസ് പോയ ശേഷം ക്രമീകരിക്കണം. ആമേൻ. ശേഷം കാര്യങ്ങൾ എന്നൊരു പദപ്രയോഗം നിങ്ങൾ കണ്ടോ? ശേഷം കാര്യങ്ങൾ, വാട്ട് റിമെയിൻസ്. അപ്പൊ പൗലോസ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പൗലോസ് ചെയ്തതും തീത്തോസ് ചെയ്യാൻ പോകുന്നതും എല്ലാം കൂടെ ഇറ്റ്സ് ഓൾ അബൌട്ട് ചർച്ച് ഹെൽത്ത്. സഭ ആരോഗ്യമുള്ളതായി മാറണം. ക്രേത്തയിലെ പല സഭകളും ഇമ്മച്വർ വിശ്വാസികളാണ്. അവർക്ക് ആരോഗ്യം പറയുന്ന നിലയിൽ ചില ദൂതുകൾ കൈമാറണം, ചില കാര്യങ്ങൾ അവിടെ അല്ലെങ്കിൽ ചിലരെ അവിടെ അപ്പോയിന്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോള് നിർദ്ദേശിക്കുന്നത്. സെറ്റ് ഇൻ ഓർഡർ, ക്രമത്തിലാക്കേണ്ടതിന് എന്ന പദപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ കാര്യമാണ് ക്രമത്തിലാക്കേണ്ടത്? 6 മുതൽ 9 വരെ ലോക്കൽ സഭകളിൽ ഉപദേശിമാരെ, മൂപ്പന്മാരെ നിയോഗിക്കണം.
10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേശകരെ മിണ്ടാതെയാക്കണം. 2-ാം അധ്യായത്തിൽ പഥ്യവചനത്തിന് ചേർന്നത് പഠിപ്പിക്കണം എന്നിങ്ങനെയുള്ള ഓർഡർ ദൈവസഭയിൽ കൊണ്ടുവരണം. അപ്പൊ ആ പദപ്രയോഗം ക്രമത്തിലാക്കേണ്ടതിന്, സെറ്റ് ഇൻ ഓർഡർ, എന്തെങ്കിലും ഡെഫിഷ്യൻസികൾ അവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയാക്കണം. ആ വാക്ക് യവനായ ഭാഷയിലേത് എടുത്തു പഠിച്ചാൽ ആ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഓർത്തോപീഡിക്സ് എന്നുള്ള വാക്ക് വരുന്നത്. എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഓർത്തോ സർജൻ, ഓർത്തോപീഡിക് എന്നൊക്കെ പറഞ്ഞാൽ കൈയുടെയോ കാലിൻ്റെയോ ഒക്കെ എല്ലുകൾ ഒടിഞ്ഞു, എല്ലുകൾ കുഴതെറ്റി മാറിപ്പോയി, ഇതിനെ ക്രമത്തിലാക്കുക, അതാണ് ഓർത്തോപീഡിക് സർജന്റെ, ഓർത്തോപീഡിക്സിന്റെ ഒക്കെ ജോലി. ഇതുപോലെ ദൈവസഭയുടെ ഈ ക്രയത്തിലുള്ള സകല സഭകളിലും ഉള്ള ചില അലൈൻമെന്റ് തെറ്റിക്കിടക്കുന്ന കാര്യത്തെ ചീഫ് പാസ്റ്റർ ആയിരിക്കുന്ന ടൈറ്റസ് ക്രമത്തിൽ കൊണ്ടുവരണം. ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ. അപ്പോൾ നേരത്തെ തന്നെ വാമൊഴിയായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന പോലൊക്കെ ചെയ്യണം നീ കേട്ടോ, ഞാൻ പോവുകയാണ്, ഇന്ന പോലൊക്കെ ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ എഴുതി കൊടുക്കുക, ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ. ആജ്ഞാപിച്ചതുപോലെയാണ് കാര്യങ്ങൾ ക്രമത്തിൽ ആക്കേണ്ടത്. എന്നിട്ട് പറയാണ്, പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. പട്ടണം തോറും എന്ന് പറഞ്ഞപ്പോ ക്രേത്തയിലെ പട്ടണങ്ങളിലെല്ലാം സഭകളായി. എക്സ്റ്റെൻസീവായിട്ടുള്ള ഇവാഞ്ചലിസം അവിടെ നടന്നു. ആദ്യം സുവിശേഷം കൊണ്ടുവന്നവർ വളരെ ഉത്സാഹത്തോടെ ദൈവത്തിന്റെ വചനം പടർത്തി. സുവിശേഷം പറയാതെ സഭസ്ഥാപനം നടക്കത്തില്ല. ദൈവവചനമാണ് പടർത്തേണ്ടത്, അതിന് റിസൾട്ട് ഉണ്ടാകും. അത് ക്രേത്തയിൽ സംഭവിച്ചു. സഭകൾ സ്ഥാപിക്കപ്പെട്ടു. മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. മൂപ്പന്മാരെന്ന പ്രയോഗം നോട്ട് ചെയ്യണം. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പ്രായമുള്ളവരെ വിളിക്കുന്ന പേരാണ് മൂപ്പന്മാരെന്ന. അങ്ങനെ ഒരർത്ഥമുണ്ട്, മൂത്തയാളുകളെ, പ്രായമുള്ളവരെ. പക്ഷെ ഇവിടെ മൂപ്പന്മാരെന്ന പ്രയോഗത്തിന്റെ അർത്ഥം എൽഡേഴ്സ്, പാസ്റ്റേഴ്സ്, ഓവർസിയേഴ്സ്, ബിഷപ്സ്, ഇതെല്ലാം ഇന്റർചേഞ്ചബിൾ ആയിട്ടാണ് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലോക്കൽ ഇടയന്മാരെ നിയോഗിക്കണം. അപ്പൊ പല സഭകളിലും അങ്ങനെ ഒരു നേതൃത്വം ഒരുപക്ഷെങ്കിൽ ഇല്ലായിരുന്നായിരിക്കാം. ഇനി ഇങ്ങനെ നിയോഗിക്കണമെങ്കിൽ ടൈറ്റസിന് ഇഷ്ടമുള്ള ആരെയും കയറി നിയോഗിക്കാൻ ഒക്കത്തില്ല. ആ പുള്ളി BTH എടുത്താന്ന് തോന്നുന്ന പുള്ളി ഇരിക്കട്ടെ. അത് നമ്മുടെ അളിയൻ ഇപ്പൊ ഫ്രീ ആയിട്ട് നടക്കുക, എന്നാൽ പുള്ളി ആ കോൺഗ്രിഗേഷൻ ലീഡ് ചെയ്യട്ടെ. ഇവിടെ അളിയനോ അനിയനോ ഒന്നും പറ്റത്തില്ല. വളരെ കൃത്യമായി 6 മുതലുള്ള വാക്യങ്ങളിൽ നിയോഗിക്കേണ്ട ആളുകളുടെ ക്വാളിഫിക്കേഷൻസ് അക്കമിട്ട് പറയുകയാണ്. അതിലേക്ക് ഞാൻ ഇന്ന് കടക്കുന്നില്ല. എനിക്ക് 9-ാം വാക്യത്തിലാണ് നിങ്ങളെ കൊണ്ടുവരേണ്ടത്. എന്നാൽ ഇതിനോട് ചേർന്ന് 1 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ 2 ലിസ്റ്റുകളും കൂടെ നിങ്ങൾ ചേർത്ത് വെച്ചാൽ 5 കാറ്റഗറികളിലായിട്ട് ഉപദേശിമാരുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. 1, അവരുടെ പേഴ്സണൽ ലൈഫ്. ആരെയും ലോക്കൽ ചർച്ചിൽ ഉപദേശിയാക്കാൻ ഒക്കത്തില്ല. വ്യക്തിപരമായ ആളിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ദ പേഴ്സണൽ ലൈഫ് ഓഫ് എ പാസ്റ്റർ. 2, ഫാമിലി ലൈഫ്. കുടുംബജീവിതത്തിന് വചനാടിസ്ഥാനത്തിൽ നേതൃത്വം കൊടുക്കുന്നവനല്ലെങ്കിൽ യു കനോട്ട് ബി എ പാസ്റ്റർ. മക്കളെ പഥ്യവചനത്തിൽ വളർത്തുന്നവനായിരിക്കണം. മക്കൾ വിശ്വാസികളായിരിക്കണം. He must be a one woman man.
അതിലേക്കൊക്കെ ഞാൻ ഇപ്പൊ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ മോറലായി വളരെ കൃത്യമായിട്ടുള്ള മനുഷ്യനായിരിക്കണം, വചനാടിസ്ഥാനത്തിലുള്ള മനുഷ്യനായിരിക്കണം. നോട്ട് എ പേഴ്സൺ ഹു ഫ്ലർട്ട്സ് അറൗണ്ട്. പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ്, ഫിനാൻഷ്യൽ ലൈഫ്, ആളിൻ്റെ സാമ്പത്തികമായ ജീവിതത്തെ കുറിച്ച് കൃത്യമായി ദൈവത്തിന് പറയാനുണ്ട്, വചനത്തിന് പറയാനുണ്ട്. സഭയിൽ നിയോഗിക്കപ്പെടുന്ന ആളുകളുടെ സാമ്പത്തികമായ ജീവിതത്തിൽ തകരാറ്, തട്ടുകേടുണ്ടെങ്കിൽ ആളിന് പാസ്റ്ററായിരിക്കാൻ പറ്റത്തില്ല. 4, സോഷ്യൽ ലൈഫ്. സാമ്പത്തിക കാര്യത്തിന് ടാക്സ് വെട്ടിക്കുന്ന പുള്ളി ഒന്നും പാസ്റ്ററായിരിക്കാനൊക്കത്തില്ല. കള്ളം കാണിച്ചു, വസ്തു മേടിച്ചപ്പം വേറെ ഏതാണ്ട് തുക പറഞ്ഞു, പറ്റത്തില്ല. ആളുകൾ ധരിച്ചിരിക്കുന്നത് ഞാൻ പാസ്റ്ററാ. എന്ത് ചെയ്തു നിങ്ങൾ പാസ്റ്റർ? ഞാൻ 1 വർഷം ബൈബിൾ സ്കൂളിൽ പോയി. സോ വാട്ട്? ഇവിടെ ബൈബിൾ സ്കൂളിൽ പോകണമെന്നൊന്നും എഴുതിയിട്ടില്ല. തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ബൈബിൾ സ്കൂളിലോ കോളേജിലോ പോകുന്ന ഏറ്റവും നല്ലതാ. പുസ്തകം എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടെന്ന് അവർ പഠിപ്പിച്ചു തരും. നല്ല കാര്യമാണ്. പക്ഷെ അതല്ല ക്വാളിഫിക്കേഷൻ. ഇവിടെ ലോക്കൽ ചർച്ചിൽ പാസ്റ്റർ ആകാൻ സാമ്പത്തിക കാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? സാമൂഹ്യപരമായി അവിശ്വാസിക്ക് ഈ പുള്ളിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇയാൾ തല്ലുകാരനാണോ? ഇയാൾ വഴക്കാളിയാണോ? അവൻ നെയ്ബേഴ്സിന്റെ മുൻപിലും ഗവൺമെന്റിന്റെ മുൻപിലും സകലത്തിലും നല്ല സാക്ഷ്യമുള്ള ആളാണ് എ ലോക്കൽ പാസ്റ്റർ. ഈ 4 കാര്യങ്ങൾ സ്വഭാവത്തോടുള്ള ബന്ധത്തിലാണ്. അവിടെ ഞാൻ ഇന്ന് പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മറ്റൊരു അവസരത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഈ 2 ലിസ്റ്റിനകത്തും ഒരു കാര്യം, ദൈവവചനം പഠിപ്പിക്കുന്നവനായിരിക്കണം. അല്ലാത്തവൻ ദൈവം നിയോഗിച്ച പാസ്റ്റർ അല്ല. പ്രൈസ് ദി ലോർഡ്. ശരിക്കും ആരാണ് ഒരു ലോക്കൽ പാസ്റ്ററെ നിയോഗിക്കേണ്ടത്? അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാം വാക്യം വായിക്കാം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. കേട്ടോ, പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി. ആരോടാ ഇത് പറയുന്നത്? എഫെസോസിൽ 3 വർഷം ശുശ്രൂഷ ചെയ്ത ശേഷം അവിടം വിട്ടുപോകാൻ പോകുകയാണ്. ആ സമയത്ത് അതിന്റെ 17-ാം വാക്യം പറയുന്നത്, മിലത്തോസിൽ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് പറയുന്ന നിർദ്ദേശമാണ്. പൗലോസിന്റെ വിടവാങ്ങൽ ദൂതാണ്. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ്? ആത്മാവ് അപ്പോസ്തോലനിലൂടെ പ്രവർത്തിച്ച് അപ്പോസ്തോലൻ അവരെ നിയോഗിച്ചു, അവരുടെ മേൽ കരം വെച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറയാൻ കാരണം അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അങ്ങനെ ഒരു പരിചയം നമ്മൾ കാണുന്നു. പോൾ സ്ഥാപിച്ച ചർച്ചുകളിൽ he ordained elders like that. That's the way it must be. അല്ലാതെ പാൻഡമിക് ഒക്കെയാ വലിയ പ്രശ്നമായി. ഇപ്പം ഒരു വരുമാനമൊന്നുമില്ല. എന്നാ പിന്നെ ഒരു ബൈബിളൊക്കെ എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന ഗ്ലോറി ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഓരോന്ന് കയറി പണം മേടിക്കുന്നത് ദൈവം അപ്പോയിന്റ് ചെയ്ത ഉപദേശി അല്ല. മാനുഷിക തലത്തിൽ ഒരു സഹായം കൊടുക്കാം, but not as a minister of a local church.
പ്രൈസ് ദി ലോർഡ്. ദൈവസഭകൾ ഇതറിയണം. ആരും നമ്മളെ വശീകരിക്കരുത്. ഇതാണ് അപ്പോസ്തോലിക ഉപദേശം. അപ്പോസ്തോലിന്റെ അധികാരത്തിൽ നിന്ന് പോൾ ടൈറ്റസിനോട് പറയാ, ക്രേത്തയിൽ നിനക്ക് ഇഷ്ടമുള്ളവരെ അല്ല പോയിന്റ് ചെയ്യുന്നത്, കൈമണി അടിച്ച് നടക്കുന്നവരെ അല്ല പോയിന്റ് ചെയ്യുന്നത്. ഇന്ന കാര്യമായിരിക്കണം. ക്രൈറ്റീരിയ ഉണ്ട്. വ്യക്തിപരമായ അവന്റെ സ്വഭാവം, അവന്റെ ജീവിതം വാച്ച് ചെയ്യണം. ക്വാളിറ്റിയുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രാദേശിക എൽഡേഴ്സിനെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം എന്ന 1 തിമോത്തി 3 അധ്യായത്തിലെ ആ ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ അവിടേക്ക് ഞാൻ പോകുന്നില്ല. 9 വാക്യത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരികുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? പഥ്യ ഉപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. He must hold firmly to the trustworthy message as it has been taught, so that he can encourage others by sound doctrine and refute those who oppose it. 3 കാര്യങ്ങൾ ആ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉപദേശിമാരുടെ, മൂപ്പന്മാരുടെ, പാസ്റ്റർമാരുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒറ്റ കാര്യമാണ് പറയുന്നത്. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനായിരിക്കണം. അല്ല രോഗശാന്തി വരം വേണം, പ്രവചനവരം ഉണ്ടല്ലൊക്കെ നല്ലതാണ് കേട്ടോ. കൃപാവരങ്ങൾക്ക് ബൈബിള് തടസ്സമൊന്നുമല്ല. കൃപാവരങ്ങൾ ഉള്ളത് നല്ലതാണ്. പക്ഷെ അതൊരു ക്വാളിഫിക്കേഷൻ അല്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലേ ചർച്ചിൽ എന്താണ് വേണ്ടത്? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് എക്സ്പോസ് ചെയ്യേണ്ടത്. എക്സ്പോസിഷനിലായി ദൈവത്തിന്റെ വചനമാണ് പഠിപ്പിക്കേണ്ടത്. ദാറ്റ് ഈസ് ഗോഡ്സ് എക്സ്പെക്ടേഷൻ ഓഫ് ദ ലീഡർഷിപ്പ്. അത് ഉഴപ്പിച്ചെയ്യുന്നവനോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ പാപമാണ്. അതാണ് ചെയ്യേണ്ടത്. അതാണ് പലയിടങ്ങളിൽ ചെയ്യാത്തത്. അല്ലാതെ ഇവിടെ ഒരു വാക്കോ എടുത്ത് ഇനി നിങ്ങളെല്ലാം കൂടെ ചാടെന്ന് ഞാൻ പറയല്ല. അതല്ല. ഒരു വാക്ക്, ആ വാക്ക് എന്താ, പോയി അല്ലെ പെട്ടെന്ന്. പണ്ടൊരിക്കലും ഉപദേശിച്ചു പറഞ്ഞു, പെട്ടെന്ന് കൊടിയ കാറ്റുണ്ടാവുക, പെട്ടെന്നുള്ള എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം എടുത്ത് പെട്ടെന്ന്. അതൊന്നും വചന ശുശ്രൂഷയല്ല പ്രിയരെ. കോൺകോർഡൻസ് നോക്കിയാൽ ഒരു വാക്ക് എവിടെയെല്ലാം എഴുതിയിട്ടുണ്ട്, അതിങ്ങനെ ക്രമത്തിൽ എഴുതി പെട്ടെന്ന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പെട്ടെന്ന്. അത് എന്നിട്ട് ഓ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന്. ഡോണ്ട് ബി ഡിസീവ്ഡ്. അത് വചനധ്യാനമൊന്നുമല്ല. ഓരോ വാക്യവും എടുത്ത് അതിൻ്റെ അർത്ഥം മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രാദേശിക സഭാ അധ്യക്ഷന്റെ പണി. അല്ലെങ്കിൽ ദൈവം നിയോഗിച്ചതല്ല. ആമേൻ. ആ വാക്യം ഞാൻ പറഞ്ഞില്ല. 3 കാര്യം. 1, ഉപദേശത്താൽ പ്രബോധിപ്പിക്കണം. ചർച്ചിനകത്ത് ഉപദേശത്താൽ പ്രബോധിപ്പിക്കണം. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത്. 2, വിരോധികൾക്ക് ബോധം വരുത്തണം. ഈ 2 കാര്യം നടക്കണമെങ്കിൽ ഈ 3ാമത്തെ കാര്യം നടക്കണം. ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. ഉപദേശം അറിയത്തില്ലെങ്കിൽ എന്തു പ്രബോധിപ്പിക്കാൻ? വിരോധികളോട് എന്തു പറയാൻ? 3 കാര്യമാണ് ഇവിടെ. 2 കാര്യങ്ങൾ തൃപ്തികരമായി ആത്മ അഭിഷേകത്തിൽ നിന്ന് ചെയ്യണമെങ്കിൽ ആ 3ാമത് എഴുതിയിരിക്കുന്നതാണ് ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം, ദ ട്രസ്റ്റ് വേർതി മെസ്സേജ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ
വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ സത്യങ്ങൾ പ്രാദേശിക സഭാ അധ്യക്ഷന് മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിയാൽ പോരാ, അത് മുറുകെ പിടിക്കുന്നവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ ലേശം മാറത്തില്ല, അണുവിടം മാറത്തില്ല, പ്രലോഭനങ്ങൾ വന്നാലും മാറത്തില്ല, എന്ത് വന്നാലും മാറത്തില്ല, കൈക്കൂലി കൊടുക്കാനായിട്ട് വന്നാലും മാറത്തില്ല. He will not change. Praise the Lord. ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനം ആണ് എസെൻഷ്യൽ ട്രൂത്ത്സ് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഉപദേശപ്രകാരമുള്ളത് എന്നതിൻ്റെ അർത്ഥം ഇതാണ്: ആ സമയമായപ്പോഴേക്കും പൗലോസ് ഇത് തീത്തോസിനോട് പറയുന്ന സമയത്ത് അവിടെ ആ സമയത്ത് ഓൾറെഡി ഒരു ഡോക്ട്രിനൽ ടീച്ചിങ്ങിന്റെ ഫോർമാറ്റ് ആയി കഴിഞ്ഞു. വിശ്വാസ സംഹിതയെന്നുണ്ട്. എ റെക്കഗ്നൈസ്ഡ് ബോഡി ഓഫ് ഡോക്ട്രിനൽ ടീച്ചിങ്. അപ്പം ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഇവിടെ നിന്നൊരു ഉപദേശി എന്നോട് പറഞ്ഞു, ഒരു ചർച്ച അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് പാസ്റ്ററായിട്ട്. ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സഹോദരൻ പോകാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു യോഗം വെച്ചിരിക്കുകയാണ്. യോഗത്തിൽ ശുശ്രൂഷിക്കണം. ആ ശുശ്രൂഷ അവരംഗീകരിക്കണം. ഇവിടുന്ന് വളരെ ദൂര സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് ഉപദേശിയോട് പറഞ്ഞ സമയം അനുസരിച്ച് പോയി. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ട്. ഉപദേശിയോട് പറഞ്ഞ് പ്രസംഗിക്കാൻ പറഞ്ഞു. ഉപദേശി പ്രസംഗിച്ചു. MTH പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം, ഹിന്ദി അറിയാം, തെലുങ്ക് അറിയാം. MTH കഴിഞ്ഞ് തെലുങ്കരുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാനിരിക്കുന്ന മനുഷ്യനാണ്. ഇത്രയും ഭാഷ കൈകാര്യം ചെയ്യുന്ന, ഉപദേശപരമായി സ്ട്രോങ് ആയിരിക്കുന്ന കർത്തൃഭൃത്യനെ അവിടെ വിളിച്ചു വരുത്തി അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തോട് എന്താണെന്നറിയാം റിമാർക്ക് പറഞ്ഞത്? പ്രസംഗം കുഴപ്പമില്ല, പ്രസംഗം ഓക്കെ, പ്രസംഗത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ല പ്രസംഗമാണ്, പക്ഷെ ഒരിതില്ല. എന്നോട് പറഞ്ഞു പാസ്റ്റർ, അവർ പറയുന്നത് ഇത് പോരാ. ഞാൻ പറഞ്ഞു ഡോണ്ട് വറി ബ്രദർ, യു ഡോണ്ട് കോംപ്രമൈസ്. വിശ്വാസ വചനത്തെ നീ മുറുകെ പിടിക്കണം. അവര് പറയുന്ന അനുസരിച്ച് ചായ നിൽക്കുന്നവരല്ല. വചനമറിയാമെന്ന ദൈവഭൃത്യന്മാർ അത് ദൈവഹിതമല്ലെന്ന് വിചാരിച്ചോണം. കാശ് കൊതിയുള്ളവനാണെ പറഞ്ഞേനെ, എന്നാൽ പിന്നെ ഞാൻ അതുകൂടെ ചെയ്യാം. അങ്ങനെ ഒരുപാടെണ്ണം വിദേശങ്ങളിൽ പോകുന്നത്. എന്നോ പറഞ്ഞാലും കൊക്കക്കോള കമ്പനിയിൽ മാനേജർമാരെ എടുക്കുന്നത് പോലാണ് ഇന്റർവ്യൂ നടത്തി പാസ്റ്ററുടെ പ്രതീക്ഷ എന്താണ് ശമ്പളം? ഞാൻ ഇത്രയും അത്രയും തരാൻ ഞങ്ങൾക്കൊക്കത്തില്ല. ഒക്കുമോ? എന്നാ പിന്നെ കുഴപ്പമില്ല, വീട് തരാം, മറ്റേ തരാം. കുറെ അച്ചായന്മാരായിരിക്കും ഉപദേശിയെ നിയന്ത്രിക്കുന്നത്. അതിന് കുഴപ്പമില്ല, ദൈവമാക്കി വെച്ചതല്ല. ജനറലിയാണ് ഞാനിപ്പോ പറയുന്നത്. സഭയുടെ കാഴ്ചപ്പാടിലേക്ക് വരണം. സഭയിൽ എന്റർടൈൻമെന്റ് അല്ല, ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. നമുക്ക് ചിലപ്പോ തോന്നും ഇവര് നമ്മളോടൊരു ദൂതില്ലേ, എന്താ വേണ്ട ദൂത് പറയാം. മരുമകൾ കാനഡ പോലെയുള്ള സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് ഞാൻ ഇത് പൗലോസിന്റെ മിനിസ്ട്രി അല്ല, ഇത് തീത്തോസിന്റെ മിനിസ്ട്രി അല്ല. യു സ്പീക്ക് സൗണ്ട് ഡോക്ട്രിൻ. ഈ ചിന്ത ഇരിക്കുന്നവരാ മുമ്പേ പാടിയത്. എന്താ? ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോവും,
മരണത്തെ തോൽപ്പിച്ച് ജീവനിൽ വാഴുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ എന്ത് വേണം? ഞാനൊരു കാര്യം തുറന്നു പറയാം. ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയിൽ ഇങ്ങനെയുള്ള പരിപാടികളില്ല, വെച്ചുകെട്ടുകളില്ല. വി ഗോ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. അതെന്താണ് പാസ്റ്റർ അങ്ങനെ അങ്ങ് ശടിക്കുന്നത്? കാരണം വചനം അങ്ങനെയാ പറയുന്നത്. ഉപദേശിമാരോട് കർക്കശമായി പറയുകയാണ്, വിശ്വാസ സംഹിത, എസെൻഷ്യൽ ട്രൂത്ത് ഓഫ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് നീ പഠിക്കണം. നിന്റെ അകത്ത് അതിനോടൊരു കൂറ് നിനക്ക് വേണം. അത് നീ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവലി നിനക്ക് അതിനകത്ത് ആവേശമുണ്ടാകണം. കാതലായ ദൈവവചന പത്യവചനത്തോട് ഇവിടെയുള്ള ഉപദേശിമാരുടെ ഉള്ളത്തൊരു ആവേശം വരണം. ഡോളർ കൊണ്ട് ഇത് മറിക്കരുത്, ഡിനാർ കൊണ്ട് മറിഞ്ഞു പോകരുത്. പ്രൈസ് ദ ലോർഡ്. ദൈവരാജ്യത്തിൽ ദൈവം നമ്മളെ ഈ പണിക്ക് നിയോഗിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടം ദൈവ ശബ്ദം കേൾക്കണം. We will not compromise the truth. ഇവിടുന്ന് കല്യാണം കഴിച്ചു പോകുന്ന പെൺപിള്ളാരൊക്കെ ഓർത്തോണം, you stand for the word. മറ്റിടങ്ങളിലേക്ക് പോകുന്ന യൗവനക്കാർ ഓർത്തോണം. എത്ര യൗവനക്കാരുണ്ടോ പറഞ്ഞിട്ടുണ്ട്, പലയിടങ്ങളിൽ അവർ പോയിട്ട് പറയാം, we can't adjust. Why you cannot adjust? പത്യവചനം കേട്ട് 2 വർഷം കേട്ടാൽ, ഒരു 5 വർഷം കേട്ടാൽ, ഇറ്റ്സ് വെരി ഹാർഡ്. പ്രൈസ് ദ ലോർഡ്. അല്ലാതെ സഭയെന്ന് പറഞ്ഞാൽ ആളുകളെ എല്ലാം കൂടെ വിളിച്ചു വരുത്തിയിട്ട് കുറെ ചിരിപ്പിച്ചു. നമുക്ക് ചിരിക്കാം കുറച്ച് സമയം, അത് വീട്ടിൽ പോയി ചിരിച്ചു. ഇവിടെ പറ്റത്തില്ല. ഇവിടെ ചിരിപ്പിക്കാനല്ല ലോക്കൽ ഉപദേശിയെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ചിരിപ്പീരും തമാശും പിന്നെ മറ്റു പല പല. ദിസ് ഇസ് നോട്ട് ബിബ്ലിക്കൽ. അതിനല്ല വചന ശുശ്രൂഷയുടെ സമയം. ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനായിരിക്കണം. കോൺസ്റ്റന്റ്ലി ഹോൾഡിംഗ് ഓൺ ടു, നോട്ട് ലെറ്റിംഗ് ഇറ്റ് ഗോ. ഒരുപാട് ടെംപ്റ്റേഷൻസ് ഇതിന് വിപരീതമായിട്ട് വരും. അതിലൊരു ടെംപ്റ്റേഷനാ നമ്മുടെ യുവ സുവിശേഷകൻ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ബട്ട് ഹി ഡിഡ് നോട്ട് കോംപ്രമൈസ്. പ്രൈസ് ദ ലോർഡ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യം നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചയമുള്ള വാക്യമാണ്. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസകരമായ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. Paul is prophesying. ഇന്ന് ഇതാണ് ആളുകൾക്ക് വേണ്ടത്. They do not want the truth of the word. എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രസംഗിക്കണം, ഞങ്ങളെല്ലാം കൊടുത്തിട്ട് ആരാധിക്കും. അതൊന്നും ആരാധനയാണോ? അത് ക്രയത്തയിലേക്ക് കൊടുക്കുന്ന ഈ ദൂത് കേട്ട കൈയടിച്ച് നമ്മൾ ഈ പറയുന്ന ആവേശത്തിലാകുമോ? ഇതാണ് അപ്പോസ്റ്റോലിക് ടീച്ചിങ്. നമ്മൾ പലയിടങ്ങളിൽ നിന്ന് വന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് സെറ്റിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുത്തർ എഴുന്നേറ്റ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉടനെ വരുന്നത് ഈ പുള്ളിക്ക് ഇതല്ലാതെ പറയാൻ പിന്നെന്താണ് പറയേണ്ടത്? ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന പറയാനല്ലേ ദൈവം എന്നെ ഇവിടെ ആക്കിയത്. അപ്പൊ നേരത്തെ ഉള്ളിടത്ത് വേദപുസ്തകമല്ല പറഞ്ഞതെങ്കിൽ അവർ നിങ്ങളെ ചതിച്ചതാണ്. ആ ചതിവിന്റെ കെട്ട് പൊട്ടി സത്യം കാണ്. പ്രൈസ് ദി ലോർഡ്. യുവ ശുശ്രൂഷകരോട് എല്ലാവരോടും ഞാൻ പറയാം, യു വിൽ ബി ടെംപ്റ്റഡ് ടു അബാൻഡൺ ദ ട്രൂത്ത്. ഇങ്ങനെ പ്രസംഗിക്കുകയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു
അടുത്ത കോൺഫറൻസിന് ഒന്ന് വിളിക്കണമെന്ന്. പക്ഷേ ഈ നിലയിൽ ആന്നേല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ ഡീറ്റെയിൽ തിരക്കും. ടിക്കറ്റും തരുമോ നിങ്ങൾ? ടിക്കറ്റൊക്കെ തരും, ടിക്കറ്റും തരും, പിന്നെ ഒരു നല്ല കൈമാണ്. അങ്ങനെ വന്നാൽ പിന്നെ ഭാരപ്പെടുമൊന്നും വേണ്ട. ഞാൻ ഇവിടെ ന്യൂ ലൈഫിൽ നിന്നപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. യു ഡോണ്ട് കോംപ്രമൈസ് ദ ട്രൂത്ത്. വി ഡോണ്ട് വാണ്ട് എനിബഡീസ് ടിക്കറ്റ്. വി ഡോണ്ട് വാണ്ട് എനിബഡീസ് നത്തിങ്. ഒരിക്കൽ ഒരുത്തൻ ക്ഷണിച്ച് ഞാൻ ഒരു രാജ്യത്ത് ചെന്നു. പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ അറിയാതെ പറഞ്ഞുപോയി, അറിയാതെ വാഗൊണ്ട് പറഞ്ഞുപോയി, വടി കൊടുത്ത് അടി മേടിച്ചല്ലോ. സദസ്സിലിരുന്ന് he just spoke his mind. I never compromise the truth. I am not attracted by what the world offers. പത്യവചനത്തെ മുറുകെ പിടിക്കുക, പത്യ ഉപദേശത്തെ മുറുകെ പിടിക്കുക, അബാൻഡൻ ചെയ്യരുത്. ചിലപ്പോൾ കൊണ്ട് ഫിക്സിലാക്കും. ചില ഡിനോമിനേഷനുകളിലൊക്കെ ചില കാര്യത്തിൽ കൊണ്ട് നമ്മൾ പൂട്ടാൻ ശ്രമിക്കും. ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ. യു ഹാവ് ടു സ്റ്റാൻഡ് അലോൺ എന്നൊരു സാഹചര്യം വന്നാലും സ്റ്റാൻഡ് അലോൺ ഫോർ ദ ട്രൂത്ത്. നോ കോംപ്രമൈസ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു ഹാഫ് ഹാർട്ടഡ് കമ്മിറ്റ്മെന്റ് അല്ല. പാസ്റ്റർ ആണോ തീഷ്ണതയോടെ തീവ്രമായി പത്യവചനം സത്യത്തിനു വേണ്ടി നിൽക്കണം. ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ, അതാണ് ആ വാക്കിന്റെ അർത്ഥമെങ്കിൽ, ഉപദേശിമാർ ദൈവത്തിന്റെ വചനം എത്രയധികം പഠിക്കണം. മണിക്കൂറുകളും ദിവസങ്ങളും ഇരുന്ന് they have to pour over the word. അങ്ങനെയാണെങ്കിൽ ഉപദേശിമാർ കേട്ടോ, ഇവരുടെ കുടുംബങ്ങളിൽ ഭാര്യമാർ എത്ര ഇവരെ സഹായിക്കണം, അനുവദിക്കണം, മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആകാതെ ഇവർ ദൈവവചനമായിട്ട് ഇരിക്കാൻ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാ. അല്ലെ പിന്നെ ഹൗ ക്യാൻ ഐ പ്രിപ്പയർ ഓൾ ദിസ്? ഇന്ന് ലോകത്തിൽ ഒരുപാട് റീസോഴ്സുകൾ കിട്ടും. ബൈ ദ വേ, റീസോഴ്സ് ഉപയോഗിക്കുന്ന വളരെ സൂക്ഷിച്ച് വേണം. കമന്ററികളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ഞാൻ മേടിക്കാറുണ്ട്. പക്ഷെ യു ഹാവ് ടു ബി വെരി വാച്ച്ഫുൾ. പല കമന്റേറ്റേഴ്സിനകത്ത് കടുത്ത ദുരുപദേശം എഴുതിയിട്ടുണ്ട്. യു ഹാവ് ടു ബി വാച്ച്ഫുൾ. പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. റീസോഴ്സുകൾ ഉപയോഗിക്കുക, ബട്ട് യു ഹാവ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇതിനുള്ള ബന്ധത്തിൽ ദൈവസഭയോട് ഒരു ദൂത് പറയാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റ് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ലത്. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? തവേ ഞങ്ങളുടെ പാസ്റ്ററെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നീട്ട് കൊള്ളായിരുന്നു. എന്തനുഗ്രഹിക്കണമെന്ന് വ്യക്തതയില്ല. എന്താണ് സഭ പ്രാർത്ഥിക്കേണ്ടത്? Lord, he has to stand on Sunday with your matchless word. ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, ദൈവസഭയ്ക്ക് ആവശ്യമുള്ളത്, കാലഘട്ടത്തിൽ ആവശ്യമുള്ള ദൈവത്തിന്റെ വചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആത്മാവ് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. That's prayer. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട 13ഓളം ലേഖനങ്ങൾ എഴുതിയ പൗലോസ് തെസ്സലോനിക്കക്കാരോട് പറയാണ്, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസേ, ഇവര് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അങ്ങക്ക് പ്രസംഗിക്കാനൊക്കത്തില്ലേ? വേറെ ഒരിടത്ത് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം. so that I will speak the word with clarity. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിന് പോയി. എൻ്റെ കൂടെ നമ്മുടെ ഒരു സഹോദരനും ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി കാണത്തില്ല. I was really struggling. അത് നമ്മുടെ ഹൃദയത്തിൽ ആ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കാണിക്കാതെ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ നമ്മളെ തടസ്സപ്പെടുത്തുകയാണ്. ഐ കനോട്ട്. ഒരു വാക്കൊക്കത്തില്ല. ഞാൻ ടാബ് നോക്കും. ഐ കനോട്ട്. എന്താ കാരണം? ഐ ഡോണ്ട് നോ. ബട്ട് ഇറ്റ് വാസ് എ സ്ട്രഗിൾ. പ്രൈസ് ദി ലോർഡ്. പോൾ പറയുന്ന കേട്ടോ, ഒരു പണിയാണ് ഉപദേശിമാരിൽ ആഗ്രഹിക്കുന്നത്. ആ 2 പണിയെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ആ പണി ചെയ്യണമെങ്കിൽ
ഡിസ്ട്രാക്ഷൻ കൂടാതെ ദൈവത്തിൻ്റെ വചനത്തിലെ കാതലായ ഉപദേശങ്ങൾ പഠിക്കണം. ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇങ്ങനെ പുൾപ്പിറ്റിന് പുള്ളി വന്ന് അങ്ങ് ഒഴുകുക. ഈ ഒഴുകുക അല്ലിത്, ഇത് മണിക്കൂറുകൾ. ഇന്ന് രാവിലെ I got up at 4 o'clock and up to 9:30 I was with this word. ഇന്നലെ whole day I was with Romans. ഇന്ന് പകൽ I switched to Titus. വീട് വിസിറ്റ് ചെയ്ത് നമുക്ക് ഓരോ വീട്ടിൽ വന്ന് മുട്ടയും പാലും ഒക്കെ കഴിച്ച് കൈമണിയൊക്കെ പൈസ ഒക്കെ എടുത്ത് പ്രൈസല്ലോ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ കയ്യിലെടുക്കും. നിനക്ക് അറിയാൻ പറ്റുള്ളൂ, ഭയങ്കരമാണ് സംഭവം, അമ്മാമ്മയുടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കും സുഖം സന്തോഷം. ഇങ്ങനെ നമ്മളൊരു ഐ ഡോണ്ട് ഡു ഓൾ ദിസ്. അത്യാവശ്യമുള്ളവരുടെ വീട്ടിൽ വരും, അല്ലെങ്കിൽ അനേക കർത്തൃദാസന്മാരുണ്ട്, അവർ വരും. ഞാൻ ഏത് വീട്ടിൽ വന്നാൽ നിങ്ങൾ ഒരു പൈസ എനിക്ക് തരണ്ട. അത് തന്നെ ഒരു ആശ്വാസമായില്ലേ? സ്തോത്രം പറ, പ്രൈസ് ദി ലോർഡ്. മറ്റേത് തലയും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും, എന്നാ പൊയ്ക്കോട്ടെ. പക്ഷെ ആളുകൾക്ക് വേണ്ടി അതാണ്, തലയും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില വീടുകളൊക്കെ കടന്നു വരുമ്പോൾ അവർ ചിലർ സ്തോത്രാഴ്ചയൊക്കെ തരും, ചിലർക്ക് വേണ്ടാന്ന് പറയും, ചിലടത്തൊന്ന് മേടിക്കും, സന്തോഷം. അവർ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം. പക്ഷെ പൊതുവെ ഇവിടുത്തെ നിയമമാണ് കൊടുക്കുക വേണ്ട. ചില ആളുകൾ, ഞാനിപ്പോൾ ചിലരൊക്കെ മോങ്ങുണ്ട്, വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം, എനിക്ക് പൈസ തന്ന് തരുന്നത് ദൈവസന്നിധിയിൽ സന്തോഷം, അല്ലാതെ എന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ സൂപ്പർ മണ്ടന്മാരാണ്. എനിക്ക് അങ്ങനെ പൈസ തരാതിരിക്കുക നല്ലത്. ഞാൻ മാറത്തില്ല, അതാ എൻ്റെ ആഗ്രഹം. കർത്താവ് എനിക്ക് അതിനുള്ള കൃപ തരട്ടെ. സ്തോത്രം. കോംപ്രമൈസ് ചെയ്യരുത്. ടെംപ്റ്റേഷൻസ് വരും, പക്ഷെ അതിൻ്റെ നടുക്ക് പിടിച്ചു നിൽക്കണം. അപ്പോസ്തല പ്രവൃത്തി 6:4 യെരുശലേം സഭയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളോ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. യെരുശലേം സഭ, ഒന്നാമത്തെ സഭയുടെ നേതൃത്വത്തിന്റെ തീരുമാനമാണ്. We will be devoted to the scripture or to the word ministry. സ്തോത്രം. അതുകൊണ്ട് പ്യൂർ ഡോക്ടറിന് വേണ്ടിയുള്ള ആ സീൽ ഉണ്ടായിരിക്കണം. സഭകൾ ആരോഗ്യപരമായി മുന്നേറണമെങ്കിൽ അത് നയിക്കുന്ന പ്രാദേശിക നേതൃത്വം ദൈവവചനത്തോട് കൂറു പുലർത്തുകയും അത് പറയുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം. നമ്മൾ വേറെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്കുള്ളത്, അത് മാറണം വചനത്താൽ. What is expected in a church? It's the teaching of the word. നിങ്ങൾ ഈ അപ്പോസ്തല പ്രവൃത്തി എന്ന ചരിത്ര പുസ്തകം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ, ഇപ്പോൾ ഞാൻ യെരുശലേം സഭയുടെ കാര്യം പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 2:42, they were devoted to the teaching of the apostles. കണ്ടിന്യൂസ് ആയിട്ട് ആദ്യ നൂറ്റാണ്ടിലെ ആളുകൾ വന്നത് വചനം പഠിക്കാനാ. അപ്പോസ്തലന്മാർ ചെയ്ത് വചനം പഠിപ്പിക്കുകയായിരുന്നു. നമ്മളിവിടെ പ്രാർത്ഥിക്കുമല്ലോ, 1-ാം നൂറ്റാണ്ടിലെ അനുഭവം പോലെ ഞങ്ങളെ കൊണ്ടുവിടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്താ? 1-ാം നൂറ്റാണ്ടിൽ ശക്തമായ പ്രതികൂലം ഉണ്ടായിരുന്നു, വീടും കൂടും ഒക്കെ ഇട്ട് ഓടേണ്ടി വന്നു. അത് വേണോ? അല്ല, അത് വേണ്ട. എപ്പോഴും വചനമായിരുന്നു, അത് വേണം. അതും വേണ്ട. പിന്നെന്താ വേണം? മുടന്തം നടക്കണം, അതാണ് വേണ്ടത്. പ്രാർത്ഥിക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ അനുഭവം വേണം. യെരുശലേം സഭയിൽ അതാണ്. അന്ത്യോക്യ സഭ, അപ്പോസ്തല പ്രവൃത്തി 11:25-26 വാക്യം. ഒരു വർഷം മുഴുവനും സഭായോഗങ്ങളിൽ ബർന്നബാസും പൗലോസും ദൈവത്തിന്റെ വചനമാണ് പഠിപ്പിച്ചത്. അവിടെ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. 18-ാം അധ്യായം 11-ാം വാക്യം,
1.5 വർഷം കൊരിന്തിൽ സഭ സ്ഥാപിച്ച് വചനമാണ് പഠിപ്പിച്ചത്. നിങ്ങൾ ഈ 1-ാം നൂറ്റാണ്ട് സഭ മുഴുവൻ നോക്ക്. ഇപ്പോഴാണ് ഈ എന്റർടൈൻമെന്റ് വന്നത്. എഫെസോസ് സഭ പിൻകാലങ്ങളിൽ തിമോത്തി ആയിരുന്നല്ലോ അവിടുത്തെ ബിഷപ്പായിരുന്നത്. എഫെസോസ് സഭയിൽ 3 വർഷം എന്താണ് പോൾ ചെയ്തത്? ഹി വാസ് ടീച്ചിങ് ദ വേർഡ്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 3 വർഷം കൊണ്ട് എസ്കറ്റോളജി, എക്ലീഷിയോളജി, ന്യൂമാറ്റോളജി, സോറ്റിയോരോ, ഈ പ്രീച്ച് ദ ഹോൾ തിങ്. നമ്മുടെ കാഴ്ചപ്പാടിനെ ഉഴപ്പന്മാര് മാറ്റി ചാടിച്ചും മറിച്ചും തുള്ളിച്ചും ഒക്കെ. ഇത് ചില ചിന്തിക്കുന്ന ബൈബിളിനപ്പുറത്ത് ഇനി ഏതാണ്ട് ഉണ്ടെന്ന്. ബൈബിളിനപ്പുറത്ത് ഒന്നുമില്ല പ്രിയരെ. അല്ല, ഞാൻ പുതിയൊരു സാധനം, പുതിയത് ഇവിടെ വേണ്ട. എനിക്ക് പറയാനുള്ളതെല്ലാം പഴയതാ, പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാ. പുത്തനായിട്ടൊന്നുമില്ല നമുക്ക്. പുതിയൊരു ദൂത് എന്തെന്ന്? എത്രയോ നാളായിട്ട് നിങ്ങളുടെ ആ ബൈബിളിനകത്ത് നിങ്ങൾ വായിച്ചില്ലേലും, പലരും വായിച്ചില്ലേലും, തീത്തോസിന്റെ ലേഖനം ഇല്ലയോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക് നമ്മൾ ആ 9-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. എങ്കിൽ മാത്രമേ 1 പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാൻ കഴിയത്തുള്ളൂ. 2 വിരോധികൾക്ക് ബോധം വരുത്തുവാൻ കഴിയുള്ളൂ. ശക്തനാണെങ്കിൽ ഉപദേശി മസ്റ്റ് നോ ദ ഉപദേശം. ദി എൽഡർ മസ്റ്റ് നോ the pure doctrines of the word of God. 9-ാം വാക്യത്തിന്റെ ആരംഭം. 1-ാമത്തെ കാര്യം, പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാൻ. പഥ്യോപദേശം, സൗണ്ട് ഡോക്ട്രിൻ, പ്രബോധിപ്പിക്കാൻ, എക്സോട്ട്. പഥ്യോപദേശം, സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഥ്യവചനം. ഞാനത് ലളിതമായിട്ട് പറയാം. യൗവനക്കാർക്കെല്ലാം അറിയാം, നിങ്ങളുടെ മാതാപിതാക്കൾ എത്ര കോൺഷ്യസ് ആണ് നിങ്ങൾക്ക് നല്ല ഫുഡ് തരാൻ. ബാലൻസ്ഡ് ഡയറ്റ്. എൻ്റെ മോളങ്ങ് ക്ഷീണിച്ചു പോയി, കൊടുക്കുക. കല്യാണമൊക്കെ അടുക്കുമ്പോഴത്തേക്ക് ശരിക്കും കൊടുക്കും, പുഷ്ടിപ്പെടട്ടെ. യൗവനക്കാർക്കും അങ്ങനെയാണ്, ആൺപിള്ളേർക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ ബാലൻസ്ഡ് ഡയറ്റ് വേണം, നല്ല ഫുഡ് വേണം. വെറുതെ ഈ ഫാസ്റ്റ് ഫുഡും മറ്റ് ജങ്ക് ഫുഡ് എന്നൊക്കെ പറയുന്നതൊന്നും വേണ്ട. വി വാണ്ട് ക്വാളിറ്റി ഫുഡ്. നമുക്കും നമ്മുടെ മക്കൾക്കും ബാഹ്യമായിട്ടുള്ള പുറത്തെ ആരോഗ്യം വരാനാണ് ഈ ഫുഡ്. ഇതുപോലെ പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ ഹൈജീനിക് ഫുഡ്. എന്തിന്? അകത്തെ മനുഷ്യന് ആരോഗ്യം വരുന്ന ദൈവവചന ശുശ്രൂഷ. അതാണ് സഭയിൽ വേണ്ടത്. ഇതാണ് സഭയിൽ പ്രബോധിപ്പിക്കേണ്ടത്. ഇതാണ് ലോക്കൽ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം. പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കുക. ഇതിനു വേണ്ടിയാണ് ലോക്കൽ നേതൃത്വത്തെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഈ പഥ്യവചനം എന്നുള്ളത് 1 തിമോത്തി 4:6, 2 തിമോത്തി 4:3, തീത്തോസിൽ 1:9 ഞാൻ വായിച്ചു കഴിഞ്ഞ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും ഒക്കെ ഈ വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇറ്റ് ജസ്റ്റ് മീൻസ് ഹെൽത്തി ഡോക്ട്രിൻ, ഹോൾസം ടീച്ചിങ്. പ്രബോധിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, ബിസീച്ച് ചെയ്യുക, ഏർജ് ചെയ്യുക. ഈ അർത്ഥമാണ് അതിന് വരുന്നത്. എന്നിട്ട് 2-ാമത്തെ കാര്യം, ഇപ്പോൾ 1-ാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രബോധിപ്പിക്കുക. പഥ്യവചനം. എന്തിനാ ഇങ്ങനെ? ജീസസിന്റെ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക. മർക്കോസ് 16, 15, 16 വാക്യങ്ങളിൽ ലോകത്തിലെല്ലായിടത്തും പോയി പ്രീച്ച് ദ ഗോസ്പൽ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. പക്ഷെ മത്തായി 28-ന്റെ 19, 20 വാക്യത്തിൽ വേറൊരു കാര്യം കൂടെ കാണും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് എൻ്റെ ശിഷ്യരാക്കണം. യേശു കൽപ്പിച്ചത് മുഴുവനും ഈ ശിഷ്യന്മാർ പോയി ആളുകളെ പഠിപ്പിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരാക്കണം. അങ്ങനെയാണെങ്കിൽ ലിസൺ കെയർഫുള്ളി, വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ദ ചർച്ച്? സഭയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആളുകളെ എന്റർടൈൻ ചെയ്യുകയല്ല, യേശുവിൻ്റെ ശിഷ്യരാക്കുക എന്നുള്ളതാണ്. ആ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ യേശു പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് ആളുകളെ പഠിപ്പിക്കണം. അത് അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ അവരെ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലന്മാരെല്ലാം ഇങ്ങനെ ചെയ്തത്. ദൈവവചനം ഇല്ലാതെ ഇരിക്കുന്നത് അപ്പോസ്തോലിക ഉപദേശത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഉപദേശത്തിൽ നിന്നും എല്ലാം നമ്മൾ സൈഡ് ട്രാക്റ്റായി പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്തിനാണ് ഈ ക്രയത്തേലുള്ള ഈ സഭകളിലെല്ലാം ചെന്ന് ഈ ദൈവവചനം, പത്യവചനം പറയേണ്ടത്? ശ്രദ്ധിച്ചു കേൾക്കണം. പത്യവചനത്തിന് വിപരീതമായി ദുർലാഭമോഹികളായിരിക്കുന്ന വിപരീത ഉപദേശം പറയുന്ന ആളുകളുണ്ട്. അത് ഇവർ വെട്ടി വിഴുങ്ങും. ഇവരുടെ ഇടയിൽ തന്നെ അങ്ങനെയുള്ളവരുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പത്യവചനം പറഞ്ഞു കൊടുക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അകത്ത് ആരോഗ്യം വരണം, നിത്യതയുടെ കാഴ്ചപ്പാട് വരണം, ക്രിസ്തുവേശുവിന്റെ സ്വഭാവത്തോട് അവർ അനുരൂപമാകണം. They must be conformed daily to the nature of Jesus Christ. അല്ലാതെ വേറെ ഒരു ലക്ഷ്യവുമല്ല ലോക്കൽ നേതൃത്വത്തിന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇപ്പോൾ പറയാണ് ഞങ്ങളുടെ ലോക്കൽ പാസ്റ്റർ ദൈവവചനം മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ സംഭവം. അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതിനാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അല്ല, പ്രവചനമൊന്നുമില്ല. പ്രവചനം എന്ത് കേൾക്കണം? എന്താണ് വേണ്ടത്? അല്ല, മോൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നേരെ ചൊവ്വേ ജീവിച്ച പിള്ളേർ നന്നായിട്ട് വരും. പ്രവചനമായില്ലേ? നേരെ ചൊവ്വേ ജീവിച്ചില്ലെങ്കിൽ പണി പാളും. കർത്താവിനെ വിളിച്ച് ദൈവഭയത്തിലും ഭക്തിയിലും മുന്നേറ്, ഒരു കുഴപ്പം വരുന്നില്ല. അല്ലെങ്കിൽ സംഗതി പാളും. പ്രൈസ് ദ ലോർഡ്. രണ്ടാമത്തെ കാര്യം, 9-ാം വാക്യം വായിര്. പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും. അതാ ഒരു ഡ്യൂട്ടി, പ്രബോധിപ്പിപ്പാനും. അടുത്തത് ശ്രദ്ധിക്കണം. വിരോധികൾക്ക് ബോധം വരുത്തുവാനും. വിരോധികൾക്ക് ബോധം വരുത്തുക. വിരോധികൾ എന്നൊരു പദപ്രയോഗം. ക്രയത്തയിലുള്ള സഭയിൽ അനേക ദുരുപദേശകർ കയറി അരുതാത്ത ഉപദേശങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് പഠിപ്പിച്ചത് നിമിത്തം അഭക്തിയുടെ ജീവിതം നയിക്കുന്നവരായി. പണ്ടൊരിക്കൽ അവര് ഭോഷ്ക് പറയുന്നവരും പെരുവയറന്മാരും ജന്തുക്കളുമായിട്ടൊക്കെ ജീവിച്ചവരാ. സഭയ്ക്കകത്ത് വന്ന് പത്യവചനം പഠിപ്പിച്ച് അവരുടെ ജീവിതം മാറിയില്ലെങ്കിൽ പണ്ടത്തെ പല അനുഭവങ്ങളിൽ അവർ നിൽക്കും. വിരോധികൾ ദുരുപദേശകരാണ്. അവരെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അവർക്ക് ബോധം വരുത്തണം. ഇതാണ് പാസ്റ്ററുടെ സെക്കൻഡ് ഡ്യൂട്ടി. അവർക്ക് ബോധം വരുത്തണം. അവരെ ഖണ്ഡിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏത് കാര്യം കേട്ടാലും ലോക്കൽ ഉപദേശിയോട് പറയണം. എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെ കിട്ടിയായിരുന്നു, അതൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചേക്കണം. ബ്രിങ് ഇറ്റ് ടു ദ ടേബിൾ. എന്നെ ഇന്നലെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പോകണമെന്ന്. അങ്ങനൊന്നുമല്ല, ബ്രിങ് ഇറ്റ് ടു ദ ടേബിൾ. ഒരു പണി നടക്കത്തില്ല. ഉപദേശ പെശകനെ ഖണ്ഡിച്ചിരിക്കും. പേര് പറയേണ്ട രംഗം വന്നാൽ പേര് പറഞ്ഞിരിക്കും. കാരണം അത് ദൈവവചനം പറയുക. രണ്ടാമത്തെ ഡ്യൂട്ടി ഇതാണ്, വിരോധികൾക്ക് ബോധം വരുത്തണം.
ഈ വിരോധികൾ പത്യവചനത്തെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു. ഒരു ഉപദേശിയുടെ, പ്രാദേശിക ഉപദേശി, ദൈവത്താൽ ആക്കി വെച്ചവന്റെ ദൗത്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരെ ശാസിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ദുരുപദേശങ്ങൾ ക്യാൻസർ പോലെ പടരുമെന്ന 2 തിമോത്തിയോസിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേ വായിച്ചോ. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ. ഇപ്പൊ വായിക്കണമെന്നില്ല, അത് എഫെസോസിലെ കാര്യമാണ്. എഫെസോസുകാരോട് ഒരിക്കൽ പൗലോസ് അവിടുന്ന് മാറാൻ നേരം പറഞ്ഞൊരു വാക്കുണ്ട്. 20-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. 20-ാം അധ്യായം എന്ന് പറയുമ്പോൾ തിമോത്തിയോസിലും പോയി നോക്കരുത്, തീത്തോസിൽ ഒട്ടും നോക്കരുത്. അപ്പോസ്തല പ്രവൃത്തിയാ പറഞ്ഞത്. 20-ന്റെ 29 പോൾ പറയാ, ഞാൻ പോയ ശേഷം ശിഷ്യന്മാരെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അതെന്താ? പൗലോസ് ഉള്ളപ്പോ പറ്റത്തില്ലേ? പൗലോസ് ഉള്ളപ്പോ വെള്ളച്ചിൽ നടക്കത്തില്ല. പക്ഷേ ദൂത് പറയുകയാണ്, വെളിപ്പാട് പറയാ, ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇത് സംഭവിക്കും. എക്സാക്ട്ലി അങ്ങനെ സംഭവിച്ചു. 1 തിമോത്തിയോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ ദുരുപദേശം പറയുന്നവർ എഴുന്നേറ്റു. അപ്പോസ്തലൻ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ എത്രമാത്രം അലേർട്ടായിരിക്കണം, ഗാർഡായിരിക്കണം. അപ്പോസ്തലൻ 20-ന്റെ 29 ദയവായിട്ടൊന്ന് വായിച്ചാണ്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. അടുത്തത്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. കേട്ടോ, ചർച്ചിനകത്തുനിന്ന് എഴുന്നേൽക്കും. ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് ഓർത്തോണം. ഇത് കൊരിന്ത് സഭയിലുണ്ട്, എഫെസോ സഭയിലുണ്ട്, ക്രേത്തയിലുണ്ട്. വിപരീതോപദേശം പറയുന്നവർ. വളരെ വാച്ച്ഫുൾ ആയിരിക്കണം നമ്മൾ. ബൈബിളെല്ലാം കൂടെ വരയിട്ടത് കൊണ്ട് ഉപദേശം ശരിയാണോന്നില്ല. ഞാൻ അങ്ങ് വരയിട്ടു. പണ്ടൊരിക്കലും ഒരു കൊച്ചു വിട്ടിരുന്ന് തച്ചിരുന്ന് വരയ്ക്കുന്നുണ്ട്. കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ്. പ്രൈസ് ദി ലോർഡ്. അല്പം കൂടെ കാര്യം പറയാം കേട്ടോ. സ്തോത്രം. 10-ാം വാക്യം ദുരുപദേശകരെ വിശദീകരിക്കുക. വൃഥാ വാചാലന്മാർ, മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ. വകുപ്പൂടെ പറയാം, പരിച്ഛേദനക്കാരായി ഇതെന്ന് എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തീയ അനുഭവത്തിലേക്ക് വന്നവരാ. വന്നിട്ട് രക്ഷിക്കപ്പെട്ട ശേഷം അവരുടെ മനസ്സിൽ ഇതുപോരാ, പരിച്ഛേദന വേണം, മോശിക നിയമം വേണം. അത് ഗുരുതരമായ പാപമാണ്. എന്താണെന്നറിയാം വിഷയം? വിശ്വാസത്താൽ മാത്രമല്ല നീതീകരണം, പ്രവൃത്തിയാലാണ് നീതീകരണം എന്ന് പറയുന്ന അടിസ്ഥാന ഉപദേശത്തിന് കളങ്കം വരുത്തുന്നതാണ് അവർ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവരെ വിശേഷിപ്പിക്കുന്നത് നോക്കിയൊന്ന്, വൃഥാ വാചാലന്മാർ. എന്താണ് ഇതിന്റെ അർത്ഥം? വൃഥാ വാചാലന്മാർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ലാത്ത, കഴമ്പില്ലാത്ത, നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കാത്ത ബ്ലാ ബ്ലാ ബ്ലാ. പക്ഷേ കേട്ടിരിക്കും. നമ്മൾ തന്നെ പറയും, എന്തോ ആയിരുന്നു ഇന്നത്തെ മെസ്സേജ്. എന്തായിരുന്നു അമ്മാമ്മ എല്ലാം പറഞ്ഞു? എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പണ്ട് ഞാൻ ഇവിടെ ഒരു അമ്മാമ്മയോട് ചോദിച്ചു. പുള്ളിക്കാരത്ത് ഇങ്ങനെ അങ്ങ് തുള്ളാൻ നടക്കുകയായിരുന്നു. പെട്രോളൊക്കെ അടിച്ച് അങ്ങ് അടക്കുകയാണ്. അവിടെ ഇന്ന ഒരു ഉണർവ്, ഇവിടെ ഇന്ന ഉണർവ്, ഇവിടെ ഇന്ന. ഞാൻ ഈ വന്ന സമയമാണ്. ഭയങ്കര ഉണർവായിരുന്നു. പിന്നെ ഞാൻ ശാന്തപ്പെടുത്തിയത്, പറഞ്ഞ് മനസ്സിലാക്കി. എന്തുവാ പ്രസംഗിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു, പക്ഷെ ഭയങ്കര പ്രസംഗമായിരുന്നു. എടാ ഭയങ്കര. അതാണിത്, വൃഥാ വാചാലന്മാർ. വെയിൻ ടോക്കിംഗ്, മണലിന്മേൽ വീട് പണിയുന്നവർ. യാതൊരു അർത്ഥമുള്ള കാര്യമല്ല, വർത്ത്ലെസ് നോൺസെൻസ്. ഇങ്ങനെയുള്ള ആളുകൾ. പക്ഷേ അവരുടെ കഴിവെന്ന് പറയുന്നത് ഈ വാചകമടിച്ച ആളുകളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യും. ദുരുപദേശകര. ഇതിനെതിരെയാണ് ഉപദേശിച്ച് നിൽക്കേണ്ടത്. പക്ഷെ ഞങ്ങളുടെ ഭാഷ എപ്പോഴും അങ്ങ് ശാസിക്കുന്ന പോലെ,
ഈ മറ്റേത് ഞാൻ വന്നപ്പോൾ എൻ്റെ കണ്ണുനീര് പോകുമെന്ന് പറഞ്ഞു. എന്നോടായിരുന്നു. എന്നിട്ട് അടുത്ത മാസവും നിനക്ക് കണ്ണുനീരുണ്ട്, പിന്നെ 6 മാസം കഴിഞ്ഞ് പിന്നെയും ഉണ്ട്. അതിനെല്ലാം ഞാൻ വിളിക്കും, പുള്ളി കണ്ണുനീര് പോയെന്ന് പറഞ്ഞു. വൃഥാ വാചാലന്മാര് വരുന്നുണ്ട്. ഇന്ന് സകല പുള്ളികളോട് ഞാൻ കാര്യം പറയാം. ഇപ്പൊ എഴുന്നേറ്റ് പോകരുത്. നിങ്ങളുടെ വീട്ടിൽ വരുന്നവനെയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഇനി യോ പുള്ളി മനസ്സിലായോ, ആരാണ്ട് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്. ഇവരുടെ ഈ വൃഥാ വാചാലന്മാരെന്ന് പറഞ്ഞ വളരെ തന്ത്രപരമായി ഇവർ പറയുന്ന കാര്യത്തിന് ഒരു ചെറിയ വാക്യങ്ങളോട് ഇൻസർട്ട് ചെയ്യും. അല്ലെ അമ്മാമ്മ എന്നെടുത്ത് വായിച്ചേ, അപ്പോസ്തലർ പ്രവൃത്തിയിലെ 1 തിമോത്തി എഴുന്നെടുത്ത് വായിച്ചു. അപ്പോൾ നമ്മൾ അയ്യോ കറക്റ്റ്, പുള്ളി വചനം അനുസരിച്ചേ പറയത്തുള്ളൂ, എല്ലാം വചനം. പക്ഷെ ആ വചനം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റാണ്. ഏതെങ്കിലും ഒരു വാക്കോ വാക്യമോ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പറയുന്നത് വചന അടിസ്ഥാനത്തിലാണ് എന്ന് മട്ടിൽ പറഞ്ഞ് നിങ്ങളെ ബോധ്യം വരുത്തി ക്യാപ്റ്റിവേറ്റ് ചെയ്യും. These are dangerous fellows. They are not appointed by God. ഇവര് വീട്ടിൽ വന്നാൽ സ്വീകരിക്കരുത്. വൃഥാ വാചാലന്മാർ. 2, മനോവഞ്ചകന്മാരുമായി, മൈൻഡ് ഡിസീവേഴ്സ്. ഇവർ മനസ്സിനെ വചനത്തിൽ നിന്ന് മാറ്റിക്കളയും. സത്യത്തിലേക്ക് പോകേണ്ടവരെ അസത്യത്തിലേക്ക് ഇവർ നയിക്കും. വഞ്ചകരാണ്. പക്ഷെ ഇവർ ഉപയോഗിക്കുന്നതെല്ലാം ബൈബിൾ ലാംഗ്വേജ് ഉപയോഗിക്കും. അറിയാവുന്ന ക്ലീഷേസും ടെർമിനോളജി. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് എന്തെല്ലാം കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അനച്ച വെള്ളം വല്ലതും വീണോ? എന്ത് പ്രശ്നം? എന്താ ഇതൊക്കെ കാണുമ്പം പൊടിമ കയറി വന്നപ്പോ തന്നെ ഇവിടെ ഒരു സംഭവമാണ്. എന്ത് സംഭവം? എടാ, പൗലോസിനില്ലാത്ത വെട്ടലാണോ നിനക്ക്? ജീസസ് ഗലീലയിലൂടെ നടന്നപ്പോ ഇല്ലാത്ത വെട്ടൽ നിനക്ക് എങ്ങനെ ഉണ്ടായി? ഇൻ ദ നെയിം ഓഫ് ജീസസ് ഉണ്ടായി. അതാണ് പ്രശ്നം. ജീസസിന്റെ പേരെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിക്കുക. ലോക്കൽ ഉപദേശി, ഇവർക്കെതിരെ നീ നിൽക്കണം. ഉപദേശിയുടെ പണിയായത്. എന്തിനാണെന്നറിയാതെ? എന്താ വിഷയം എന്ന് പറയാം. സഭയെ വചനത്താൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ലോക്കൽ പാസ്റ്ററുടേതാണ്. ആദ്യം ഞാൻ പറഞ്ഞു, പത്യവചനത്താൽ പോഷിപ്പിക്കണം, പ്രബോധിപ്പിക്കണം. അത് അകത്തെ മനുഷ്യന് ആരോഗ്യം വരുത്തണം. പിന്നെ ഫോൾട്ടി ആയിട്ടുള്ള കാര്യങ്ങളെ സംരക്ഷിക്കണം, കേടുപിടിക്കാതെ സൂക്ഷിക്കണം. പാസ്റ്ററുടെ ജോലിയാ അത്. പാസ്റ്റർ ശാസിക്കും, വചനം കട്ടിയായിട്ട് പറയും. ഉടനെ അന്നേരം മറ്റേ അമ്മാമ്മയെ വിളിച്ച് അമ്മാമ്മമാരെല്ലാം കൂടി അങ്ങ് പറയാ. ഒരാനന്ദത്തിന് വേണ്ടിയാ വരുന്നത്. പക്ഷെ ഇവിടെ പത്യവചനം പിന്നെ ശാന്ത വിരോധി. ഇവിടെ ആരാള വിരോധി? മാമ ശാന്തപ്പെട. എന്തിനാ എപ്പോഴും ഈ അമ്മാമ്മയുടെ കാര്യം പറയുന്നത്? ഞാനൊരു അമ്മാമ്മയെ കാണിക്കാം. നേരോ? നേരെ. ഇത് പഴയ നിയമത്തിലും ഇതായിരുന്നു ദൈവത്തിന്റെ ഹിതം. പ്രവാചകനായ ഇരമ്യാവ് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇരമ്യാ പ്രവചനം 14-ാം അധ്യായം 14-ാം വാക്യം വായിക്കാമോ? വേറൊരാൾ വേണം എടുത്തു വെക്ക. 23-ന്റെ 2-ാം വാക്യം, 21-ാം വാക്യം, 32-ാം വാക്യം. 14 ആദ്യം വായിര്. യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. എന്റെ നാമത്തിലാ എന്ത് പ്രവചിച്ചു? ഭോഷ്ക് പ്രവചിച്ചു. എന്നിട്ട് ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജ ദർശനവും. അപ്പൊ അങ്ങനെ ഒരു ദർശനമുണ്ട്, വ്യാജ ദർശനവും പിന്നെ പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കും. അപ്പോഴാ നമ്മൾ ഈ ഹു വെച്ച് പോയത്. വചനവിരുദ്ധമായതും വചന അടിസ്ഥാനമില്ലാത്ത ഒരൊറ്റ പ്രവചനം. It is not biblical.
the person has not been sent by God. ഇത് ആദ്യം മുതലേ ഉള്ളതാണ്. 23:2 അതുകൊണ്ട് തന്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ ആട്ടിൻ കൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടോ ഇടയന്മാരോടുള്ള ദൂത്. അടുത്ത വാക്യം 21 ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി, ഞാൻ അവരോട് അരുളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു. 32 വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച്. അങ്ങനെ സ്വപ്നമുണ്ട് കേട്ടോ, വ്യാജ സ്വപ്നം. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ചിലരൊന്നും എപ്പോഴും സ്വപ്നം കാണുന്നതെല്ലാം ദൈവം തന്നതൊന്നും അല്ല കേട്ടോ. വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്ക് കൊണ്ട് വായിച്ചോ, ഭോഷ്ക് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും എന്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ വിരോധമാകുന്നു എന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. അടുത്തത്, ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവർ ഈ ജനത്തിന് ഒട്ടും പ്രയോജനമായി ഇരിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കേട്ടോ, വൃഥാ വാചാലന്മാര്, മനോവഞ്ചകന്മാര്. അടുത്തെന്താ? വഴങ്ങാത്തവര് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരധികാരത്തിനും കീഴ്പ്പെടത്തില്ല. ദൈവം വെച്ച ഒരധികാരത്തിനും കീഴ്പ്പെടാം. ഒട്ടനെ നോട്ട് ചെയ്തോണം. ഈ ദുരുപദേശകരുടെ ഒരു പ്രധാന ഒരു ക്യാരക്ടറാണ്. കയറുക, ബ്രദർ ഏത് ചർച്ച? അങ്ങനെ ബ്രദർ ചർച്ചല്ലേ, ചർച്ച് ഓഫ് ഗോഡ്. ഞാൻ ചോദിച്ചു മുളക്കടയാണോ ആ സ്ഥാനം? അല്ലല്ല, ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ചർച്ച്. ഇങ്ങനെ അങ്ങ് കാണിക്കുക. ഒരാളിനോട് ഞാൻ ചോദിച്ചു ഏത് ചർച്ചാണ്? ചർച്ച് ഓഫ് ഗോഡ്. ഞാൻ ചോദിച്ചു മുളക്കടയാണോ? ചർച്ച് ഓഫ് ഗോഡ്. ആർക്കും പിടികൊടുക്കത്തില്ല, ആർക്കും വഴങ്ങത്തില്ല. സൂക്ഷിക്കുക, ഇത് നമ്മുടെ ഇടയിൽ കയറരുത്. പാസ്റ്റർക്ക് വഴങ്ങത്തില്ല, സീനിയറായിട്ടുള്ള ആരെങ്കിലും പറഞ്ഞാൽ വഴങ്ങത്തില്ല. എന്താ? ഞങ്ങളിങ്ങനെ മത്സരിച്ച് നിൽക്കും. ഗോഡ് ഹാവ് മേഴ്സി ഓൺ യു. ഇതെല്ലാം മറ്റോന്റെ സ്വഭാവമാണ്. സഹോദരിമാരോട് പറയാം, ഭർത്താവിന് വഴങ്ങണം, കീഴ്പ്പെടണം. ആത്മീക അധികാരം ദൈവം വച്ചിരിക്കുന്ന. യു മസ്റ്റ് ഹംബിളി സബ്മിറ്റ്. പ്രൈസ് ദി ലോർഡ്. വഴങ്ങാത്തവർ, they refuse submission. അവരെ ഗവേൺ ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനത്തെയുള്ള ആളുകൾ, ഇവരുടെ ഈ സ്വഭാവം ആദ്യത്തെ റിബലാകുന്ന സാത്താന്റെ സ്വഭാവമാണ്. സാത്താന്റെ സ്വഭാവം ഇത് തന്നെയായിരുന്നു. ദൈവവചനപ്രകാരമുള്ള അധികാരത്തെ അവർ മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. വചനത്തിന് കീഴ്പ്പെടുന്നില്ല, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ ദുരുപദേശകരെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് ഉള്ളത്. ദൈവസഭയുടെ കറക്ഷൻസ് കൊടുത്താൽ, ഡിസിപ്ലിൻ ചെയ്താൽ അവർ വഴങ്ങത്തില്ല. ആത്മനിറവുള്ള സഭയിൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ഡിസിപ്ലിന് കീഴ്പ്പെടാത്ത ഒരാളിനെ വി ഡോണ്ട് വാണ്ട് ആസ് മെമ്പേഴ്സ്. നമുക്ക് മെമ്പർഷിപ്പ് വേണ്ട. ഈ കൂട്ടർ വഴങ്ങാത്തവരാണ്. വിശേഷാൽ പരിച്ഛേദനക്കാർ. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു. 11 വാക്യം, അവരുടെ വായ അടയ്ക്കണം. ലോക്കൽ ഉപദേശിയുടെ പണിയാത്. അകത്തുള്ള ആളുകൾക്ക് ആത്മീയ ആഹാരം കൊടുത്ത് പുഷ്ടി വരുത്തണം. വെളിയിൽ നിന്ന് സഭയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവരും സഭയുടെ അകത്ത് വന്ന് ദുരുപദേശം പടർത്തുന്ന ആള് ബോധ്യമായാൽ അവന്റെ വായ നീ അടയ്ക്കണം. അതെങ്ങനെ അടയ്ക്കുന്നത്? പത്യവചനം പറഞ്ഞടയ്ക്കണം. അതിനാണ് ആദ്യം ഞാൻ പറഞ്ഞത്, പത്യവചന ഉപദേശി അറിഞ്ഞിരിക്കണം. അത് ശരിയാ, അപ്പൊ ഇതിനകത്തും കാര്യമുണ്ട്, ഇതും ശരിയാ, അപ്പൊ മറ്റേ അതും ശരിയാ. അതല്ല ഉപദേശി. ശരി ഒന്നേ ഉള്ളൂ, ബാക്കി അതും അല്ല. ശരി ഒന്നേ ഉള്ളെങ്കിൽ ബാക്കിയെല്ലാം തെറ്റാണ്.
അവരുടെ വായ അടയ്ക്കണം, ഗ്യാഗ് ചെയ്യണം, മസിൽ. അത് ഈ ഫോൾസ് ടീച്ചിങ്ങിനെ നമ്മൾ കൗണ്ടർ ചെയ്യണം. സത്യമായ പത്യവചനം കൊണ്ട് കൗണ്ടർ ചെയ്യണം. എന്നിട്ട് നോക്ക് അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്താ അവർ ഈ പണി ചെയ്യുന്നത്? അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചും കൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. എന്താണ് ഇവർക്ക് പ്രചോദനം നൽകുന്നത്? ദേ മേക്ക് മണി. കുടുംബങ്ങളെ മറിച്ചു കളയും. അപ്പൊ കുടുംബത്തിനകത്ത് നുഴഞ്ഞു കയറും. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മമ്മയുടെ ഒരു കാഴ്ചപ്പാടുന്നത് ഞാൻ ഇന്ന് വന്നത്. അമ്മമ്മ അങ്ങനെ ലിഫ്റ്റായി. അച്ഛനെ കുറിച്ച്, അച്ഛൻ ഈ ഇടത്ത് സൈഡ് വല്ല വേദന, വലത്ത് സൈഡ് വേദന, അങ്ങനെ അച്ഛൻ നടുവിന് അത് തന്നെ ആ വലത്ത് നെല്ലിയോ നടുവിലോട്ട് വന്നേ, അത് തന്നെ പിടിച്ചു. അവിടെ ഒരു ക്ലച്ചായി. ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുട്ടയിലിരിക്കുന്ന എപ്പോഴും അച്ഛൻ ഇപ്പോഴും ഇങ്ങനെ വരിക. അവ കയ്യിലെടുത്തു. മനസ്സിലായോ? അത് കേട്ടോണ്ട് അടുക്കളയിൽ നിന്ന് അമ്മാമ്മ വന്ന പുള്ളി ഇതിനകത്തായി. പിന്നെ പ്രാർത്ഥനയായി, രാത്രിയിലായി. നിങ്ങളുടെ പൈസ പോകണം. വചനത്തോട് മനസ്സിലാക്കി കീഴ്പ്പെടാത്തവരുടെ പൈസ പോകണം. ദുരാദായം വിചാരിച്ച് നോക്കി. ഇതും നിങ്ങളിപ്പോൾ 1:7 ഒക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യണം. 1:7 തീത്തോസ് ഓരോ ലോക്കൽ ചർച്ചിൽ നിയോഗിക്കേണ്ട ഉപദേശിമാരുടെ ക്വാളിഫിക്കേഷൻസ് 6 മുതൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ദുരാദായത്തോടുള്ള ബന്ധത്തിൽ അതിന് നേരെ വിപരീതമാണ് ഭക്തിയോടെ ആയിരിക്കുന്ന സഭാധ്യക്ഷൻ. നോക്കിയേ, അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകയാൽ അനിന്യൻ ആയിരിക്കണം, തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. അതിന് നേരെ വിപരീതമാണ് ഫോൾസ് ടീച്ചേഴ്സ്. ദേ വാണ്ട് ടു മേക്ക് മണി. വീട്ടിൽ കയറി പൾസറൊക്കെ പിടിച്ചപ്പോൾ മോൻ ഇവിടെ ജർമ്മനിയില്ല. ഓക്കെ, ജർമ്മനി എന്നായിരിക്കും വരുന്നത്? അടുത്ത മാസം വരണം. പ്രാർത്ഥിച്ചോണേ പാസ്റ്റേ, അടുത്ത മാസം വരും. കാരണം ഈ ജർമ്മൻ മണം, പ്രത്യേകിച്ച് എൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി കാണും, മനസ്സിലായില്ലെങ്കിൽ ഗൾഫിൽ നിന്നോ അമേരിക്കയിൽ നിന്നും വന്നാൽ ഞാൻ പെട്ടെന്ന് പോകത്തില്ല. ഒരാഴ്ച 2 ആഴ്ച കാരണം ആ മണം ഒന്ന് മാറും. കാരണം നമ്മൾ ഈ കയറി ചെല്ലുന്നോടനെ അവർ വിചാരിക്കുന്നത് ഇയാളെ കണ്ട് പൈസ കൊണ്ട് വന്നിരിക്കുകയാണ്, പാസ്റ്റർക്ക് ഒന്നും തരാനൊത്തില്ല, ഈ വേണ്ട. അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതെന്താണെന്നറിയാം, അതൊന്ന് ശാന്തപ്പെട്ടിട്ട് ഫോറിൻ പെട്ടിയൊക്കെ തോന്നാൻ മണമൊക്കെ ഒന്ന് മാറും. കാരണം നമ്മുടെ ഇടയിലെ ഈ നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ് ആളുകളുടെ ഉള്ളിൽ. നിങ്ങളുടെ പല ആളുകളും ഒക്കെ ഫോറിനൊക്കെ ഞാൻ ഈ പെട്ടെന്ന് വരാത്തത്, ഒന്നാമത് എനിക്ക് ദൈവവചനമായിട്ടൊക്കെ ഇരിക്കണം, രണ്ടാമത് എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു പ്രതീക്ഷയില്ല, എനിക്ക് വേണ്ട നിങ്ങൾ. അതെന്തിനാണെന്നറിയോ ഞാൻ ഈ സ്റ്റാൻഡ് എടുക്കുന്നത്? സോ ദാറ്റ് ഐ ക്യാൻ പ്രീച്ച് ദ വേർഡ് ഓൺ യുവർ ഫേസ്. നിങ്ങളിൽ ഒറ്റയാൾ പറയത്തില്ല ഇയാൾ എന്നോട് പൈസ ചോദിച്ചു, ഞാൻ ഇത്ര പൈസ കൊടുത്തു, ആൻഡ് therefore he is doing that, and none of you will say that. സ്വത്രം. അതാണ് പ്രശ്നം. കാരണം നമ്മളായിരുന്ന ചർച്ചിലൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയെ നമുക്ക് പിടിച്ചെടുക്കാം. ഇത് നടക്കത്തില്ല. അരുതാത്തത് ഉപദേശിക്കുന്നത്, ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവൻ മറിച്ചിടുക. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇതോടെ പറഞ്ഞ് നിർത്താം. കുടുംബങ്ങളെ എങ്ങനെയാ മറിക്കുന്നത്? വാട്ട് ഡസ് ദിസ് മീൻ? ഫാമിലികളെ മുഴുവനും മറിച്ചു കളയുക, തകർത്ത് കളയുക. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഇവരെന്തുകൊണ്ട് സഭ ആരാധനയിൽ വരുന്നില്ല? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ദുരുപദേശക ആരെ? എന്നോടാന്നോ? അതെ, വൃഥാവാചാലന്മാർ, മനോവഞ്ചകൻ, വഴങ്ങാത്ത നീ. ഞങ്ങളുടെ സഭായോഗത്തിൽ എന്താ വരാതെ? അവിടെ ഇപ്പോൾ ഉക്കും. ഒന്നാമത് 4-5 ഇങ്ങനെ നിരന്നിരിക്കുക, എല്ലാം വേദോസം. പുള്ളി തന്നെ പറഞ്ഞത് എല്ലാം ബീഡിയും ഡീഡിയും സകല പുള്ളി അവിടെ വരത്തില്ല. പിന്നെ മുഴുവൻ ക്രൗഡാണ്. ഇവർ വല്ലതും പറഞ്ഞു. പിന്നെ അവരെല്ലാം കൂടെ, അവിടുത്തെ സ്ത്രീകൾക്കും വചനം അറിയാം. അയ്യോ, പിന്നെ വീട്ടിൽ പോകുന്ന നടക്കത്തില്ല.
എന്നാൽ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാമോ? ഇല്ല. പിന്നെ എവിടെ പോവും? ഞാൻ ഞൊഴഞ്ഞു വന്ന് വീടുകളിൽ വരും. അതെന്താ? ഒറ്റയ്ക്കൊറ്റയ്ക്കാ. ഉണ്ടോ? അതായി വീട്ടിൽ കയറുന്നത്. ഇവിടെ വരത്തില്ല. ഇവിടെ വരത്തില്ല. They come into houses. കുടുംബങ്ങളിൽ കടന്നു വരിക. ഭയങ്കര ഒരു ട്രിക്കും ടെക്നിക്കുമാണിത്. സഭയിലെ ഔദ്യോഗിക ആരാധനകൾക്ക് വരാതെ സഭയിലുള്ളവരുടെ വീട് കണ്ടെത്തുക. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ വന്ന ചിലർ യോഗാനന്തരം, അമ്മമ്മയുടെ ഫോൺ നമ്പർ അമ്മമ്മയോട് പറയാനുണ്ട് എനിക്ക് ചില 1-2 ദൂത്, പിന്നെ ഞാൻ വിളിച്ച് പറയാം. എന്തിനാണ് പിന്നെ വിളിച്ചു? അല്ല എന്തിനാ കാര്യം തന്നെ ഇപ്പൊ പറ. അല്ല പിന്നീട് അല്ല എൻ്റെ എന്തുവാ കാർഡ് അപ്പോസ്തോൽ എന്ന് പറഞ്ഞൊരു 150 രൂപ കൊടുത്ത് ഈ അപ്പോസ്തോൽ എന്ന പ്രവാചകൻ അടിക്കാൻ ആർക്കാ വയ്യാതെ? ഈ കാർഡ് കൊടുക്കുക, എന്നെ വിളിച്ചാൽ മതി, വൈകിട്ട് 5 മണി തൊട്ട് ഞാൻ ഫ്രീയാ. എന്താ ഇത്? ഡു യു തിങ്ക് പോൾ വിൽ ഡു ദാറ്റ്? ഡു യു തിങ്ക് അവർ ലോർഡ് ജീസസ് വിൽ ഡു ദാറ്റ്? ഇതെവിടെ പഠിച്ചത്? അതിന് കൊണ്ടുപോയി കൊടുക്കുന്ന നമ്മുടെ ആളുകളുണ്ട്. ഇവരിങ്ങനെയാണ് വീട്ടിനകത്ത് കയറുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. അറിയാത്ത ഒരു പുള്ളി ഇവിടെ വന്നാൽ ദിസ് പുൾപിറ്റ് നോ. ഇവിടെ ഒരുത്തന് പുൾപിറ്റ് കൊടുക്കാഞ്ഞിട്ട് ഒരുത്തന് സഞ്ജു അവിടെ ഇരിക്കുന്ന അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പുള്ളി ന്യായവിധിയുടെ ദൂത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഓ, അപ്പൊ ഇവിടെ ഇരുന്ന നമ്മുടെ ഒരു സഹോദരനുണ്ട്. പുള്ളി പറഞ്ഞു ഓ ന്യായവിധിയുടെ ദൂത്. മാനസിക രോഗി ഏതാണ്ടാണത്. പഴഞ്ചേരി കുടിക്കുന്ന നടക്കുമായിരുന്നു. ഇവിടെ വന്ന് വെള്ളമാണ്. ഇതൊന്നും ഇവിടെ പണി നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ട്രിക്കുകൾ മനസ്സിലാക്കുക. സിംഗിൾ ഫാമിലികളെ, സ്മോൾ ഗ്രൂപ്പുകളെ, ബൈബിൾ വചനത്തിൽ ഗ്രൗണ്ടഡ് അല്ലാത്ത വിശ്വാസികളെ പിടിക്കുക. വീടുകളിൽ നുഴഞ്ഞു കയറുക. ഒരു ഫോൺ നമ്പർ കിട്ടി, അതിനോട് ഒരു ദൂത് പറയുക. അങ്ങനെ അകത്ത് കയറും. വളരെ വാച്ച്ഫുൾ ആയിരിക്കണം. ഇതാകാത്ത വേലക്കാരാണ്. ഇത് ദുർലാഭമോഹികളാണ്. ദുർലാഭമോഹിയാണോ അല്ലയോ എന്നറിയാൻ ഒറ്റ ഇതേ ഉള്ളൂ. ആദ്യത്തെ ദൂത് പറഞ്ഞ് പൈസ കൊടുക്കല്, രണ്ടാമത്തെ പറഞ്ഞ് പൈസ കൊടുക്കല്, മൂന്നാമത് ഒന്നി കഠിന ദൂത് പറയും. തട്ടിക്കളയും തമ്പുരാൻ നിന്നെ എന്നൊക്കെ പറയും. അല്ലേ പിന്നെ വരത്തില്ല. പാൻഡമിക്കും വെള്ളപ്പൊക്കം കൂടെ ഒരുമിച്ച് അടിച്ചാൽ പോലും മാനസാന്തരപ്പെടാത്ത പുള്ളികളുണ്ട്. ഇവർ വീടുകളിൽ കയറും. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം പറയാൻ പോവാ. ഒരമ്മമ്മയുടെ കാര്യം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 6-7 വാക്യം. പൗലോസ് തിമോത്തിയെ നോക്കി വാൺ ചെയ്യുന്നത്, വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത അമ്മമ്മ എന്തോ എഴുതിയിരിക്കുന്നത്? പറയൂ. പെണ്ണുങ്ങൾ. പെണ്ണെന്ന് വിളിച്ചു, പിന്നെന്തോ ആണെന്ന് വിളിക്കണോ? വേദോസ്തവത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ദേ ആർ ഫോൾസ് ടീച്ചേഴ്സ്. എന്തിനാണ് അവരങ്ങനെ സ്വാധീനിക്കുന്നത്? ഇവർ ഇമ്മോറലാണ്. ഭർത്താവ് ഗൾഫിലാ, ഇതൊക്കെ എന്നാ ബിസിനസ്സാണ് ഇവിടെ കയറിയിട്ട്? എന്തോ ദൂതാണ് നിനക്ക്? അല്ല എനിക്ക് ഒരു ദൂത് പ്രകാശിച്ചു. പാടിയിറങ്ങിക്കോണം. ഇമ്മോറൽ ആളുകളാണ്. എപ്പോഴും പഠിച്ചിട്ടും ഒന്നും ക്ലിക്കായില്ല. എമ്മായിരിക്കുക. പാപങ്ങളെ പേറി എവിടെ അകത്ത് കൊണ്ടിച്ചൊരു സംഭവം. ഒരു കെട്ടുണ്ട്. ഇവിടുത്തെ സകല ഉപദേശിമാരും ഇത് ഓർത്തോണം. സകല പുരുഷന്മാരും സഹോദരിമാരും ഇത് ഓർത്തോണം. ഇത് വേദപുസ്തകം വ്യാഖ്യാനിക്കുകയാണ് ഞാൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ആൻ എൽഡർ? ഹി ഹാസ് ടു പ്രൊട്ടക്ട് ഹിസ് ഫ്ലോക്ക്. പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാകാനാ.
സഹോദരിമാരോട് ഞാൻ പറയാം, ഒരുത്തന്റെ കണ്ണിലോട്ട് നോക്കി അറിയത്തില്ല, എടാ ഇവൻ വേറെ ഏതാണ്ട് പരിപാടിയാണ്, അറിയത്തില്ലേ? അറിയണം. കൂടുതൽ പിന്നെ വാചകം അടിച്ചൊന്നും നിൽക്കേണ്ട കാര്യമില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയണം. അവൻ്റെ ആ വലിയ ഞങ്ങൾക്ക് ഇവിടെ ചർച്ചുണ്ട്, ചർച്ചിൽ ഉപദേശമൊക്കെ അത്യാവശ്യത്തിനുണ്ടെന്ന് പറഞ്ഞ് സ്ഥലം കാര്യമാക്കാൻ പറയണം. We respect men of God, anointed people sent by God. ഞാൻ ഇപ്പോൾ പറയുന്ന ദുരുപദേശകരുടെ കാര്യമാണ്. വാചാലന്മാര്, മനോവഞ്ചകന്മാര്, വഴങ്ങാത്ത ആളുകൾ. They come into the houses to captivate women. ചിലതിനെ ഒന്നും വീട്ടിൽ കയറ്റാൻ ഒക്കത്തില്ല. I'll tell you that. ഞാൻ സംഭവങ്ങളൊന്നും ഇപ്പൊ അഴിച്ചിടുന്നില്ല അങ്ങോട്ട്. നിങ്ങൾ ഷോക്ക്ഡ് ആകും, ഷോക്ക്ഡ്. എന്നാൽ നോക്ക, ഇതിന് നേരെ വിപരീതമാണ് ഭക്തിയുള്ള പ്രാദേശിക സഭാ നേതൃത്വം. 6-ാം വാക്യം 1:6. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. ഇവരുടെ വായ അടയ്ക്കണം. അപ്പൊ ദൈവസഭയായി നമ്മൾ മനസ്സിലാക്കണം, ദുരുപദേശം പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ്. സഭയെ കലക്കാനും അത് വിശ്വസിക്കുന്നവരിൽ നിന്ന് നിത്യജീവൻ പോലും നഷ്ടപ്പെടത്തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് ശത്രു ഇവരിലൂടെ ക്രമീകരിക്കുന്നത്. വി ഹാവ് ടു ബി വാച്ച്ഫുൾ. ഞാനിത് ഒരു സ്ഥലത്ത് ചെന്നെടുക്കുമ്പോൾ എനിക്കൊരു പ്രകാശനമുണ്ടായി. ഈ വീടുകളിൽ നുഴഞ്ഞു കയറുന്നത്, ഞാൻ നിങ്ങളോട് ഒരു ട്രിക്ക് പറഞ്ഞു, മറ്റേ ട്രിക്ക് പെട്ടെന്ന് കർത്താവിൻ്റെ ഓർമ്മയിൽ കൊണ്ടെന്ന് പറയാം. ഇപ്പൊ നല്ല സൗകര്യമാ. ഇവൻ എങ്ങനെയാ വരുന്നത്? TV-ക്കകത്തൂടെ വരും. നുഴഞ്ഞു വീട്ടിൽ കയറുന്ന അങ്ങനെയാ, നമ്മളെ തുറന്നു കൊടുക്കുകയല്ലേ. എന്തോ അവൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഗുഡ്. പക്ഷെ ഇവൻ പറയുന്ന ഉപദേശം എന്താ? ഇറ്റ് കംസ് ത്രൂ ദ TV. സ്തോത്രം. നമുക്ക് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. We will just read and finish. വായിച്ച മോളെ. ക്രേത്തർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രയെന്ന് അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സാക്ഷ്യം നേർ തന്നെ. ഇത് ഈ ഫോൾസ് ടീച്ചേഴ്സിന്റെയും സ്വഭാവമാണ് കേട്ടോ, അവരുടെ ആളുകളുടെയും ഈ ഫോൾസ് ടീച്ചേഴ്സിന്റെ എല്ലാം സ്വഭാവമാണ്. ഓക്കെ. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന്. യഹൂദ മത അനുസാരികളാ മാൻമെയ്ഡ് ഡോക്ട്രിൻസ്, മാനുഷിക കാര്യങ്ങൾ പറഞ്ഞ ഇവരെ ഇളക്കുന്നത്. അവര് തന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരുപാട് കൽപ്പനകളുണ്ട്. പിന്നെ വായിച്ചു. അവരെ കഠിനമായി ശാസിക്കാം. കഠിനമായി ശാസിക്കണം. അപ്പൊ സഭയ്ക്കകത്തുള്ളവരെ കഠിനമായി ശാസിക്കണം. പറ്റത്തില്ല ഇവിടെ എന്ന് പറഞ്ഞ് ദൈവവചനം അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. എന്നിട്ട് ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ. അത് 15-ാം വാക്യമാ. 15ഉം 16ഉം. 1 ഇവരുടെ ആന്തരിക സ്വഭാവം, 16-ൽ ബാഹ്യമായിട്ട് എക്സ്റ്റേണൽ കാര്യങ്ങൾ. ഇതാണ് 2. വായിച്ചോ മോളെ. എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. ഈ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള ബന്ധത്തിൽ യഹൂദന്മാരുടെ നിയമങ്ങളുടെ കാര്യത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അകത്തോട്ട് പോകുന്ന ഒന്നും നിങ്ങളെ അശുദ്ധം ആക്കുന്നില്ല, അല്ലേ? പുറത്തോട്ട് വരുന്നതാണ്, അകത്തു നിന്ന് പുറത്തോട്ട് വരുന്നതാണ്. അതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്, ഇന്റേണൽ കാര്യമാണ്. ഓക്കെ, താഴോട്ട്. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. ഇവർ അവിശ്വാസികളാണ്. ആക്ച്വലി പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. പിന്നെ അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു. ആമേൻ. ഇനിയും 9-ാം വാക്യം, നമ്മുടെ ആ കുറി വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ച് let us close. എന്താണ് നമ്മൾ ഇന്ന് ചിന്തിച്ചതെന്ന് ഒന്നുകൂടെ അയവിറക്കുകയാണ്. വായിക്കാം. പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും. അതാണ് ഒന്നാമത്തെ ഒരു ലോക്കൽ പാസ്റ്ററുടെ ഡ്യൂട്ടി. അങ്ങനെയാണെങ്കിൽ ദൈവജനം ഈ പത്യവചനം കേൾക്കാനാണ് വരേണ്ടത്.
സഭയിൽ വചന ശുശ്രൂഷയാണ് വേണ്ടത്. സഭ പാസ്റ്റർക്ക് വേണ്ടിയും കൂടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത് അവർക്ക് ദൂതുകൾ പ്രകാശിക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് വരത്തില്ല. ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ താണു വീണ് ദൈവത്തിൻ്റെ കൃപയാണ്. കൃപയിൽ ആശ്രയിക്കണം. അതിന് ദൈവജനത്തിന്റെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. പത്യവചനം പ്രബോധിപ്പിക്കുവാനും. 2, വിരോധികൾക്ക് ബോധം വരുത്തുവാനും. അതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു വന്നത്. ദുരുപദേശകർക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന്. 3-ാമത്തെ കാര്യം, ഈ 2 ഡ്യൂട്ടികൾ നടക്കണമെങ്കിൽ ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. വിശ്വാസവചനം അറിഞ്ഞാ പോരാ, തീഷ്ണതയോടെ മുറുകെ പിടിക്കുന്നവനായിരിക്കണം. കണ്ടിന്യൂസ്ലി അതിനോടൊരു കൂറ്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തോടൊരു കൂറുണ്ടായിരിക്കണം. ക്രിസ്ത്യൻ ഡോക്ട്രിൻസിനോടൊരു കൂറുണ്ടായിരിക്കണം. കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ഇങ്ങനെ ഒരു ചർച്ചിലാണ് നിങ്ങൾ പോകേണ്ടത്. where every Sunday they will preach the word of God. അങ്ങനെയുള്ള ധാരാളം സഭകൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. നിങ്ങൾക്കൊരു പ്രാദേശിക സഭ ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു പാസ്റ്റർ ഉണ്ടായിരിക്കണം. and he must be a leader who preaches and teaches God's matchless word. വചനത്തിന് മാത്രമേ വീണ്ടും ജനനത്തിലേക്ക് നയിക്കാൻ ഒക്കൂ. വചനത്തിന് മാത്രമേ ക്രിസ്തീയ വളർച്ചയിൽ നമ്മളെ സഹായിക്കുകയുള്ളൂ. കെടാത്ത ബീജത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. മായമില്ലാത്ത പാല് കുടിച്ചേ നമുക്ക് വളരാൻ കഴിയുള്ളൂ. ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. കണ്ണുകൾ അടയ്ക്കാം.